സൗണ്ട് ഓഡിബിൾ ആണോ എല്ലാവർക്കും? പ്രശ്നമൊന്നുമില്ലല്ലോ. ക്ലാസ് നമുക്കൊരു 7:30 ആയിരുന്നു വെക്കേണ്ടത്. ഓടി ഒന്ന് ക്ലാസ് എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ അത്യാവശ്യം ആളുകൾ ക്ലാസ്സിലുണ്ട്, എല്ലാവരും കംഫർട്ടബിൾ ആണ്. ക്ലാസ് റെക്കോർഡിലും വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ എക്സാമിന് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, അല്ലെ, ലോ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ലോ ഓഫ് കോൺട്രാക്ട് എന്നുള്ള പേപ്പറാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അത് രണ്ട് പാർട്ടായിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. ലോ ഓഫ് കോൺട്രാക്ട് 1, ലോ ഓഫ് കോൺട്രാക്ട് 2 എന്നുള്ള രീതിയിൽ രണ്ട് പേപ്പറായിട്ടാണ് പഠിക്കുന്നത്. അതിന് റീസണും ഉണ്ട് രണ്ട് പേപ്പറായിട്ട് പഠിക്കാൻ. നിങ്ങൾ ഒന്നാമതായിട്ട് പഠിക്കുന്ന പാർട്ട്, ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന ഏരിയ വെച്ചാൽ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട് ആണ്. അതായത് നമ്മുടെ കോൺട്രാക്ട് ആക്ട്, ഇതൊന്നും എക്സാമിന് ചോദിക്കുന്ന കാര്യമല്ല, ഇതൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞുതരാണ്. നമ്മുടെ 1872 നിയമമാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമമാണ്. നമ്മുടെ ഈ പറയുന്ന ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ കരാറിൽ ഏർപ്പെടാൻ കോൺട്രാക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആക്ട് ഇല്ല. ഓരോ റീജിയണിലും ഓരോരോ സെറ്റപ്പിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലായിടത്തും ഇവർക്ക് ബിസിനസ് ചെയ്യണം, ബിസിനസ്സിനാണല്ലോ ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതെല്ലാം ഒന്ന് ഏകോപിക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറെ നിയമങ്ങൾ ഉണ്ടാക്കി. അതിന്റെ ഭാഗമായിട്ടുള്ള നിയമം തന്നെയാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വരുന്നത്. 1872 ഒരു കൊളോണിയൽ റൂളിന്റെ ഭാഗമായിട്ട് വരുന്ന നിയമമാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് കോമൺ ലോ എന്നുള്ളൊരു സംഭവമാണ്. നമ്മുടെ നിയമങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ആ ഒരു ഇമ്പാക്റ്റിൽ ഉണ്ടായിട്ടുള്ള നിയമമാണ് ഈ പറയുന്ന ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ അത് അന്ന് ഉണ്ടാക്കിയതിന്റെ അന്ന് പല ഭാഗങ്ങളും ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഭാഗങ്ങളേ ഉള്ളൂ. അതിലൊന്ന് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട്, അത് 1 to 75, അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ കോൺട്രാക്ട് 1 എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്ന ആ ഒരു പാർട്ടാണ്. പിന്നെ വരുന്നത് കോൺട്രാക്ട് 2, അതാണ് നിങ്ങൾ അടുത്ത സെമസ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് 2 എന്ന് പറയുന്നത് സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് കോൺട്രാക്ട്സ്. ഇപ്പൊ നിങ്ങൾ പറയും, നിങ്ങൾ പഠിക്കും ഈ ഇൻഡെംനിറ്റി, ഗ്യാരണ്ടി, അതുപോലെ തന്നെ ഇൻഡെംനിറ്റി, ഗ്യാരണ്ടി, ബെയിൽമെന്റ്, പ്ലെഡ്ജ്, ഇങ്ങനത്തെ കൺസെപ്റ്റ് ഒക്കെ പഠിക്കും. അത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 2ന്റെ അടിയിലാണ് നമ്മൾ വരുന്നതെന്ന് പറയുന്നത്. പിന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടും പാർട്ണർഷിപ്പ് ആക്ടും വന്നപ്പോൾ ഇതിനിടയിലുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്ത് കളഞ്ഞു. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇതൊന്നും നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി വരില്ല. എല്ലാവരും വരുന്നതിനുള്ളിൽ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ തരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റഡീസിലേക്ക് പോവാം. മനുമതൻ ചേട്ടാ ക്യാമറ ഓഫ് ആക്കിക്കോ. ഓഫ്ലൈനിലും ഒരു കൊല്ലം മുന്നേ കണ്ടതാണ്. ഓക്കെ, കണ്ടപ്പോ തന്നെ മനസ്സിലായി. അപ്പോ എന്തായാലും അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷൻ എന്തൊക്കെ കവർ ചെയ്യും എന്നുള്ളൊരു ഐഡിയ ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. നമ്മൾ ആദ്യമേ 2 ക്ലോസ് A മുതൽ I വരെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. A മുതൽ I വരെയുള്ള ടോട്ടൽ ആയിട്ട് ഈ ഡെഫിനിഷൻ ക്ലോസ്, ഇന്റർപ്രിട്ടേഷൻ ക്ലോസിന്റെ അകത്ത് വരുന്ന കൺസെപ്റ്റിലെല്ലാം അത് അത്രയും നമ്മൾ ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ ക്വസ്റ്റിനും ഉത്തരം എഴുതാൻ പറ്റും. 2 ക്ലോസ് A മുതൽ I വരെയുള്ള കൺസെപ്റ്റ് ജസ്റ്റ് ഡെഫിനിഷൻസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റഡി ചെയ്യും. അതിനുശേഷം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പഠിക്കാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഒരു സമാധാനം ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നും കിട്ടിയില്ല എന്ന് തോന്നും. അതുകൊണ്ട് ഒരു 15 മാർക്കിന്റെ എസ്സേ, ഓക്കെ, എന്താണ്, ഓൾ എഗ്രിമെന്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്സ് ബട്ട് ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെന്റ്സ് എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എലാബറേറ്റ് ഓൺ ദിസ് എന്ന് പറഞ്ഞ് 15 മാർക്കിന് ചോദിക്കാറുണ്ട്. പണ്ട് മുതലേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാ എഗ്രിമെന്റുകളും കോൺട്രാക്ട് ആകില്ല, എന്തുകൊണ്ട് എന്നുള്ള ആ ഒരു ടൈപ്പ് ചോദ്യം. അപ്പൊ അതിന് അത് 15 മാർക്കിന്റെ എസ്സേ ആണ്. എന്നും അത് ഒരു എസ്സേ ആണ്, എല്ലാ കാലത്തും ചോദിക്കാറുണ്ട്. എവരി ഇയർ നമുക്ക് ഒന്നിടത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ കണ്ടെത്തും, അതെന്താണെന്ന് പഠിക്കും. പിന്നെ എലമെന്റ്സ് ഓഫ് കോൺട്രാക്ട്സ് എന്ന് പറയുന്ന സെക്ഷൻ 10 നമ്മൾ പഠിക്കും. പിന്നെ ഓഫറുകളെ പറ്റിയിട്ട് കൂടെ ഒന്ന് നോക്കണം. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓഫറിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സെഷനിൽ കവറപ്പ് ചെയ്യാൻ പോകുന്നത്. ഒരു 15 മാർക്ക് ക്വസ്റ്റ്യൻസ്, പിന്നെ കുറെ 5 മാർക്ക് ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും വരാൻ സാധ്യതയുള്ള ഓഫർ എന്നുള്ള ഏരിയ, പിന്നെ ഈ പറഞ്ഞ എലമെന്റ്സ് ഓഫ് കോൺട്രാക്ട്, പിന്നെ 2 ക്ലോസ് A മുതൽ I വരെ. അത് മനസ്സിലായാലേ ഈ 2 ക്ലോസ് A to I മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കോൺട്രാക്ട് മനസ്സിലാവും. പിന്നീട് അങ്ങോട്ട് നമ്മൾ എന്ത് പഠിച്ചാലും അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു 1 അവർ അല്ലെങ്കിൽ 1.25, നമുക്ക് എത്ര സമയം എടുക്കും നോക്കാം, ആ ഒരു അവറിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ ആ ഒരു ഐഡിയ കൂടെ പറഞ്ഞു തരികയാണ്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എല്ലാവരും വെൽ സെറ്റിൽഡ് അല്ലേ? സൗണ്ട് ഓക്കെ അല്ലേ? കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഈ പറയുന്ന കോളേജിൽ പഠിപ്പിക്കുന്ന പോലെ എല്ലാ കേസ് ലോയും എടുത്ത് എല്ലാ നോട്ടും എടുത്ത് വെച്ച് അങ്ങനെ ഒരു സ്റ്റഡി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവാം. നിങ്ങൾക്ക് എന്ത് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെങ്കിലും എടുത്ത് ഫ്രണ്ട് വെക്കാം. ഇപ്പം കൂടുതൽ പേര് ഉപയോഗിക്കുന്ന ഈ പറയുന്ന അവതാർ സിംഗ് എടുത്ത് വെക്കാം, കോൺട്രാക്ടിന് അവതാർ സിംഗ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അനിൽ കെ നായർ എടുത്ത് വെച്ചോളൂ, അനിൽ കെ നായർ ഉപയോഗിക്കാം. ഈ എക്സാം എടുത്തിരിക്കുമ്പോഴത്തേക്ക് അവതാർ സിംഗ് മൊത്തം വായിച്ചു പഠിക്കണമെന്ന് ഞാൻ അത് അങ്ങനെ പറയുന്നതിൽ തെറ്റാണ്. ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ഒരാൾ നേരെ അവതാർ സിംഗ് എടുത്ത് വെച്ച് ഈ എക്സാമിന് 15 ദിവസം മുന്നേ പഠിക്കുമ്പോൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവുമെന്നും നടപടിയാവില്ല.
അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ ആ നിൽക്കുന്ന ഉപയോഗിച്ചിട്ട് യാതൊരു തെറ്റില്ല. എക്സാം ഓറിയന്റഡ് ലേബറിന്റെ അടുത്ത് വെച്ച് പഠിക്കുന്നവരെ എക്സാം ഓറിയന്റഡ് സ്റ്റഡിക്ക് അതിന് യാതൊരു കുഴപ്പമില്ല. അപ്പൊ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. എന്തായാലും നിങ്ങളുടേതായ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ കയ്യിൽ കരുതിക്കോളുക. കാരണം കൂടുതൽ കേസും കാര്യങ്ങളും പറയുന്നതൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് റെഫർ ചെയ്ത് പോകാനും സാധിക്കും. ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഓക്കെ ആണ്. ഞാനപ്പോ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ സെക്ഷൻ 2 വരേണ്ടതാണ്. ഓക്കെ, സെക്ഷൻ 2 നമ്മൾ ആദ്യമേ തന്നെ വരുന്നത്. സെക്ഷൻ 2 ആണ് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. ഓരോന്നും എന്തൊക്കെയാണ് എന്ന് ഇന്റർപ്രിറ്റ് ചെയ്യുന്ന ഏരിയ ആണ്. അപ്പൊ ഇതിൽ A മുതൽ I വരെയുള്ള ഏരിയ ഉണ്ട്. നമ്മൾ അത്യാവശ്യം കോൺട്രാക്റ്റിൽ ഡീൽ ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഏരിയക്കകത്ത് മെൻഷൻ ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പൊ ആദ്യമേ തന്നെ അതിൽ ഇത് കോൺട്രാക്ടിന്റെ സ്ട്രക്ചർ നമ്മൾ സാധാരണ ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോൾ ആദ്യമേ എന്താണ് കോൺട്രാക്ട്, പിന്നെ എന്താണ് എഗ്രിമെന്റ്, പിന്നെ അങ്ങനെ റിവേഴ്സ് ഓർഡറിലാണ് സ്റ്റഡി നടത്തുക. നിങ്ങളുടെ ഗൈഡുകളെല്ലാം അങ്ങനെ റിവേഴ്സ് ഓർഡറിലാണ് പഠനം പോവാം. നമുക്ക് നമുക്ക് പ്രോപ്പറായിട്ട് ഫ്രണ്ടിലോട്ട് പഠിക്കാം. 2 clause A, അതായത് കോൺട്രാക്ട് ബിഗിൻസ് വെയർ. കോൺട്രാക്ട് എവിടെയാണ് കമൻസ് ചെയ്യുന്നത്? കോൺട്രാക്ട് കമൻസസ് വിത്ത് ആൻ ഓഫർ. അതാണ് എന്റെ സത്യം. കോൺട്രാക്ട് തുടങ്ങുന്നത് ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസലിലാണ്. ആ പ്രൊപ്പോസൽ മേക്ക് ചെയ്യുന്ന ആളാണ് പ്രൊപ്പോസൽ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ എന്താണ് കോൺട്രാക്ട് ബിഗിൻസ് വിത്ത് ആൻ ഓഫർ? നമ്മൾ ഒരാളോട് ചോദിക്കുന്നു, എന്താണ്, എന്റെ വണ്ടി 5 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ തയ്യാറാണ്, നീ വാങ്ങുന്നോ? ഇതിനെയാണ് കോൺട്രാക്റ്റിൽ ഓഫർ എന്ന് പറയുന്നത്. വിൽക്കാൻ താല്പര്യമുള്ള ആള് പറയാണ് 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ എന്റെ വണ്ടി വിൽക്കാൻ തയ്യാറാണ്, നീ വാങ്ങുന്നോ എന്ന് ചോദിക്കുന്നു. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്രേ പഠിക്കുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഓഫർ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ക്രോസ് ഓഫർ, കൗണ്ടർ ഓഫർ, ഓക്കെ, ഓഫർ ടു ഷാഫർ, ഇംപ്ലൈഡ് ഓഫർ, എക്സ്പ്രസ്, കുറെ കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. നമ്മൾ അതിലേക്കൊക്കെ പോകുന്നതായിരിക്കും. ഇതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏരിയാസ് ആണ്. അതിലേക്ക് പോകും. ഓഫർ ബേസിക്കലി അതാണ്. അപ്പൊ ആ ഡെഫിനിഷൻ വായിക്കുമ്പോൾ നമുക്കത് വായിക്കാനും മനസ്സിലാക്കാനും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പറ്റുന്നവർ ആ ഡെഫിനിഷൻ കാണാണ്ട് പഠിക്കുക. ഈ ഡെഫിനിഷൻ കാണാണ്ട് പഠിച്ച് ഇങ്ങനെ എഴുതണം എന്ന് നമ്മൾ എക്സാമിന് പഠിക്കുമ്പോൾ, സാർ ഈ ഡെഫിനിഷൻ ഇതിന്റെ ലാംഗ്വേജ് എനിക്ക് പറ്റുന്നില്ല, ഇതിങ്ങനെയൊക്കെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എഴുതണമെന്ന് ആരാ നിർബന്ധം പിടിക്കുന്നത്? അങ്ങനെ ഒരു നിർബന്ധം ഇല്ല. മനസ്സിലായോ? അതായത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പറ്റിയാണെങ്കിൽ ആ ഡെഫിനിഷൻ അതേപോലെ എഴുതി അണ്ടർലൈൻ ചെയ്ത് 2 clause A എന്ന് കൊടുക്കുക. അല്ലാതെ പോകുമ്പോൾ നമ്മൾ അത് പ്രോപ്പറായിട്ട് എലാബറേറ്റ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്യുക. അതിൽ യാതൊരു തെറ്റും വരുന്നില്ല. ഓക്കെ, അത് നിങ്ങൾ പലരും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ ഞാൻ കുറച്ച് ഉത്തരം തരുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് തരുന്നുണ്ട്. അത് അതുപോലെ കാണാണ്ട് പഠിച്ച് എഴുതണം എന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? അങ്ങനല്ല. നമ്മുടേതായ ഒരു നോളജ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്ത് എഴുതുന്നത് എന്തുകൊണ്ട് ശരിയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാണാണ്ട് പഠിക്കുന്നത് അത്ര റെലവന്റ് ആയിട്ടുള്ള ഐഡിയ. വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസ് ടു അനദർ ഹിസ് വില്ലിംഗ്നെസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ് വിത്ത് ദ വ്യൂ ഓഫ് ഒബ്റ്റൈനിങ് ദ അസെന്റ് ഓഫ് ദ അതർ, such act or abstinence is said to be a proposal. When a person signifies, ഒരാൾ കാണിക്കുകയാണ്, ഒരാൾ അറിയിക്കുകയാണ്, ഒരാൾ എന്താണ് പ്രകടിപ്പിക്കുകയാണ്, അല്ലെ, ഒരാള് പ്രകടിപ്പിക്കുകയാണ്, എന്താണ്, എടാ ഞാൻ ഇന്നത് ചെയ്തു തരാം, നീ ഇത്ര രൂപ തരുമോ എന്നുള്ളത്, അല്ലെ, നമ്മളാ ഒരു താല്പര്യം നമ്മൾ പ്രകടിപ്പിക്കുകയാണ്, നമ്മൾ അറിയിക്കുകയാണ് മറ്റൊരാളെ, സിഗ്നിഫൈ ചെയ്യുകയാണ്. അതാണ് ഇവിടെയാണ് കമ്മ്യൂണിക്കേഷനും കിടക്കുന്നത്. സിഗ്നിഫൈസ് നമ്മൾ വേറൊരാളോട് പറയുകയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, എന്താണ്, എനിക്ക് ഈ സാധനം വിൽക്കാൻ താല്പര്യമുണ്ട്. ആ പേഴ്സൺ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ സെല്ലിങ് എ തിങ്, അല്ലെ. അപ്പൊ ആ സാധനം നമ്മൾ ഒരാളെ അറിയിക്കുകയാണ്. അതായത് അപ്പൊ അതാണ് അവിടെ മറ്റവന്റെ സമ്മതം കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? അപ്പൊ വാങ്ങാൻ നീ തയ്യാറാണോ? അവൻ തയ്യാറാണെന്ന് സമ്മതം പറഞ്ഞാൽ അതെന്താണ്? അക്സെപ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, ഒരാളോട് സിഗ്നിഫൈ ചെയ്യാണ് നമ്മുടെ വില്ലിംഗ്നെസ് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ടു ഗെറ്റ് ഹിസ് അസെന്റ് എന്നുള്ളതാണ്. അവന്റെ സമ്മതം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നത് ചെയ്ത് ഞാൻ വണ്ടി തരാം, 5 ലക്ഷം രൂപ തരാനുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഒരു ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഒരു ഓഫർ, ബേസിക് ആയിട്ടുള്ള ഓഫർ എന്ന് പറയുന്നത്. ഇനി ഓഫറൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി 2 clause B വരുമ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓഫർ ഒരാൾ സിഗ്നിഫൈ ചെയ്തു, അയാളുടെ ഒരു താല്പര്യം സിഗ്നിഫൈ ചെയ്തു, അതിനോട് നമ്മൾ എന്താണ് അസെന്റ് കൊടുക്കുകയാണ്. നമ്മൾ അസെന്റ് കൊടുക്കുക, നമ്മൾ സമ്മതം കൊടുക്കുകയാണ്. നമ്മൾ സമ്മതം കൊടുക്കുകയാണെങ്കിൽ ഇതിനെ അക്സെപ്റ്റൻസ് എന്ന് പറയും. അങ്ങനെ ഒരു ഓഫറിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ എന്താണ്, വി സിഗ്നിഫൈഡ് അവർ അസെന്റ്, എ പേഴ്സൺ വിൽ സിഗ്നിഫൈ ഹിസ് അസെന്റ് ദേർ ടു, ആ സാധനത്തിനോട് ഓഫറിനോടുള്ള അസെന്റ് കൊടുത്തു, സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ഓഫർ അക്സെപ്റ്റഡ് ആവും. ആൻഡ് അക്സെപ്റ്റഡ് ഓഫർ ഈസ് കോൾഡ് പ്രോമിസ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ആൻഡ് അക്സെപ്റ്റഡ് ഓഫർ ഈസ് കോൾഡ് പ്രോമിസ്. ഒരു ഓഫറിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതെന്തായി? പ്രോമിസ് ആയി മാറും. എടാ നീ ഇത് വാങ്ങാം, പിന്നെ ഞാൻ വാങ്ങാം, കൈ കൊടുത്തു, പ്രോമിസ്, ഓക്കെ ഞാൻ വാങ്ങിക്കോളാം 1 ലക്ഷം രൂപയ്ക്ക്. അതാണ് ആ കൺസെപ്റ്റ്. ഏറ്റവും സിമ്പിൾ ടേംസിൽ അതാണ്. വെൻ ഓഫർ വെൻ അക്സെപ്റ്റഡ് ബിക്കംസ് എ പ്രോമിസ് എന്നുള്ളതാണ് സംഭവം.
ഓക്കെ, ആ കൺസെപ്റ്റും ക്ലിയർ ആണ്. അത്ര വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഇനി ഇതിന്റെ അകത്ത് 2 ക്ലോസ് സിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് പ്രോമിസർ, ആരാണ് പ്രോമിസി, ഓഫറി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇവിടെ എന്താണ്? പ്രപ്പോസൽ മേക്ക് ചെയ്യുന്നവനാണ് പ്രോമിസർ. ഞാനാണ് പറയുന്നത് എന്താണ്, എടാ ഞാൻ വണ്ടി തരാം, നീ 5 ലക്ഷം രൂപ തരുമോ? ഓക്കെ, തന്നാ വണ്ടി തരാം എന്ന് പറഞ്ഞ ആള് ഞാനാണ്. അപ്പൊ ഞാനാണ് ആരെന്ന് പറഞ്ഞ പ്രോമിസർ. നീ അത് തന്ന ഇത് തരും എന്ന് പറയുന്ന പ്രോമിസർ ഞാനാണ്. അവനാണ് പ്രോമിസി. അല്ലെങ്കിൽ ഞാനാണ് ഓഫറർ, അവനാണ് ഓഫറിങ്. ഇതിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? യാതൊരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല. ഇനി 2 ക്ലോസ് ഡിയിലാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കൺസെപ്റ്റ് പറയുന്നത്, കൺസിഡറേഷൻ ഫോർ ദ പ്രോമിസ് എന്ന് പറയുന്നത്. കൺസിഡറേഷൻ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സെക്ഷൻ 25 അകത്ത് പഠിക്കാനുണ്ട്. കൺസിഡറേഷൻ ഇന്നും ചെറിയ രീതിയിൽ നോക്കും. കൺസിഡറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺസിഡറേഷൻ ആണ് ഒരു കോൺട്രാക്ട് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ, അതിന്റെ ഒബ്ജക്ട് ലീഗലാണോ ഇല്ലീഗലാണോ, ഇതൊക്കെ കുറെ കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കൺസിഡറേഷൻ. ഒരുപാട് ഡീറ്റെയിൽസ് പിന്നെ പഠിക്കാനുണ്ട്. ഇപ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ചിലപ്പോൾ കോളേജിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ പണ്ടങ്ങാണ്ട് പഠിച്ചു ഒന്നും ഓർമ്മയില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. നമുക്ക് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡറേഷൻ എന്താണ് എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രൈസ് അറ്റ് വിച്ച് എ പ്രോമിസ് ഈസ് ബ്രോട്ട്. അത്രേ ഉള്ളൂ. അതായത് നമ്മൾ എന്ത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടെങ്കിൽ വാല്യൂബിൾ ഇൻ ദ ട്രാൻസാക്ഷൻ. ഓക്കെ, അതായത് 5 ഞാൻ വണ്ടി തരാം. ഓക്കെ, അപ്പൊ അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ അവൻ പൈസ തരാം. ഓക്കെ, ഇവിടെ വാല്യൂബിൾസ്, ദ എക്സ്ചേഞ്ച്ഡ് വാല്യൂബിൾസ്, വണ്ടി, പൈസ, ഇതാണ് ഇവിടുത്തെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. കോൺട്രാക്റ്റിലെ മോസ്റ്റ് എസെൻഷ്യൽ എലമെന്റിൽ ഒന്നാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ദർ മസ്റ്റ് ബി എ കൺസിഡറേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഞാൻ ഒരുത്തിന് ഫ്രീ ആയിട്ട് എന്റെ വണ്ടി കൊടുക്കാന്ന് വിചാരിച്ചു പറഞ്ഞു. ഞാൻ ഒരുത്തിനോട് പറയണം നാളെ വന്നോ ഞാൻ എന്റെ വണ്ടി ഫ്രീ ആയിട്ട് നിനക്ക് തരാം എന്ന് പറയും. അപ്പൊ അവൻ അക്സെപ്റ്റ് ചെയ്തു, അവൻ നാളെ വരിക എന്ന് വിചാരിച്ചു. ഇവിടെ ഒരു കോൺട്രാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ കുറച്ചേ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ ഒരു കോൺട്രാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കോൺട്രാക്ട് ഇല്ല. കോൺട്രാക്ട് ഇല്ലാത്ത എന്താ? അവന്റെ എനിക്കൊന്നും കിട്ടാനില്ല. ഞങ്ങൾ തമ്മിൽ പ്രോമിസ് എന്ന് പറഞ്ഞാൽ അവന്റെ എന്തെങ്കിലും കിട്ടാനുണ്ടോ എനിക്ക്? അവന്റെ എനിക്കൊന്നും കിട്ടാനില്ല. ഇപ്പൊ നാളെ അവൻ വരുമ്പോൾ ഞാൻ പറയാം വണ്ടി ഒന്നുമില്ല നീ പോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പോകേണ്ട വരും. അവനെ കോടതിയിൽ പോയിട്ട് ഇത് എൻഫോഴ്സ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമല്ല. അപ്പൊ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ കൺസിഡറേഷൻ, ഞാൻ അവൻ 5 ലക്ഷം രൂപയ്ക്ക് വണ്ടി വിൽക്കാമെന്ന് പറയുന്നിടത്താണ് കൺസിഡറേഷൻ വരുന്നത്. അപ്പോഴാണ് എൻഫോഴ്സിബിലിറ്റി വരുന്നത്. അപ്പം കൺസിഡറേഷൻ സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഇപ്പം കുറെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് എ കൺസിഡറേഷൻ? കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വാല്യൂബിൾ ട്രാൻസാക്റ്റഡ് ഇൻ എ കോൺട്രാക്ട്. ഓക്കെ, ക്യുഡ് പ്രോ കോ, ദ സംതിങ് ഫോർ സംതിങ്. ഇത് നമ്മൾ കുറച്ചും ഡീറ്റെയിൽഡ് പഠിക്കുക. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ കുറെ സമയം കളയാത്തത്. ക്യുഡ് പ്രോ കോ, സംതിങ് ഫോർ സംതിങ് എന്ന് പറയുന്ന ആ വാല്യൂബിൾ ഇൻ ദ ട്രാൻസാക്ഷനെയാണ് നമ്മൾ ബേസിക് ആയിട്ട് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ കുറച്ചുകൂടി ടെക്നിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് പ്രൈസ് അറ്റ് വിച്ച് എ പ്രോമിസ് ഈസ് ബ്രോട്ട്. അങ്ങനെയൊക്കെ ചിലർ എഴുതാറുണ്ട്. ഓരോ ജൂറിസ്റ്റുകളും ഓരോ താല്പര്യത്തിലാണ് ഇപ്പൊ പറയാറുള്ളത്. ഇതിനെയും നമുക്ക് കൺസിഡറേഷൻ ആയിട്ട് പറയാം. കൺസിഡറേഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചു തുടങ്ങുമ്പോൾ ഡെഫിനേഷനിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് പകരം പൈസ എന്ന് പറയുന്ന രണ്ടുപേരും കൺസിഡർ ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. Okay, at the desire of the promiser, the promisee or any other person has done or abstain from doing or does or abstain from doing or promises to do or abstain from doing something, such act, abstinence or promise is called consideration. ഇതിങ്ങനെ വായിച്ചാൽ മനസ്സിലാവില്ല. അതാണ് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. അപ്പൊ പ്രോമിസറിന് വേണ്ടി ഞാൻ വണ്ടി തരാം, പകരം നീ പൈസ തരണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന് പകരം ഞാൻ പറയുന്ന കാര്യത്തിന് പകരം എന്റെ വണ്ടിക്ക് പകരം നമ്മൾ എന്താണോ ചെയ്യാൻ അപ്പം പൈസ തരുന്നു. ഡസ് സംതിങ്. ചിലപ്പം പറയാം ഞാൻ വണ്ടി തരാം, നീ ഒരു കാര്യം ചെയ്യും, എന്റെ വീട്ടിലുള്ള വഴി ഓപ്പൺ ആക്കിയിട്ട്. അത് വേറൊരു ഡീല്. എന്താണ്? വണ്ടി വരുന്നത് തടയരുത്. അപ്പൊ എന്താണ്? അവന്റെ അടുത്ത് എന്താണ്? തടയിൽ നിർത്താനാണ് പറയുന്നത്. ഡോണ്ട് ഡു എനിത്തിങ്, ആ വണ്ടിക്ക് വന്നോട്ടെ. പല രീതിയിൽ എഗ്രിമെന്റിൽ ഏർപ്പെടാം അല്ലെ? ഇതിൽ ചെയ്തു തന്നെ തരണം. ചിലപ്പോൾ ഒന്നും ചെയ്യാണ്ടും ഇരിക്കാം. അപ്പൊ ഡസ് ഓർ ഡസ് നോട്ട് ഡു, അല്ലെങ്കിൽ പ്രോമിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും തരാമെന്ന് പ്രോമിസ് ചെയ്യണം. എന്ത് വേണമെങ്കിലും ആകാം. എന്തിനു വേണ്ടിയിട്ട്? ഈ പ്രോമിസിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യത്തെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്നാണ് അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സംതിങ് ഫോർ സംതിങ്, ക്യുഡ് പ്രോ കോ. ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഡീൽ ചെയ്യും. ഓക്കെ, അപ്പൊ കൺസിഡറേഷൻ, ആ വാല്യൂബിൾ തന്നെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് വരുന്നതാണ് 2 ക്ലോസ് സിയിൽ എഗ്രിമെന്റ്. എഗ്രിമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഗ്രിമെന്റ് മനസ്സിലാക്കണം. ആൻഡ് എഗ്രിമെന്റ് നിങ്ങൾ പഠിച്ചു കാണുമല്ലോ, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് കോൾഡ് കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യമേ ഒരു സംഭവം എഗ്രിമെന്റ് ആകും. എഗ്രിമെന്റ് ആയതിനു ശേഷം മാത്രം ഒരു സാധനം കോൺട്രാക്ട് ആവുള്ളൂ. അങ്ങനെയാണ് അതിന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. ഒരു സാധനം ആദ്യമേ എഗ്രിമെന്റ് ആവും. എഗ്രിമെന്റ് ആയതിനു ശേഷം മാത്രമേ അതൊരു കോൺട്രാക്റ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ അവിടെ എഗ്രിമെന്റ് എന്താണ് എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എവരി പ്രോമിസ് ആൻഡ് എവരി സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിംഗ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് ആൻ എഗ്രിമെന്റ്.
അപ്പം എന്താണ് പ്രോമിസ്, ആദ്യമേ ഒരു സ്റ്റേജിൽ പ്രോമിസ് ആണുള്ളത്. പ്രോമിസിന് കൺസിഡറേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡറേഷൻ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം വരുമ്പോൾ അത് എഗ്രിമെന്റ്. എവരി പ്രോമിസ്, ഞാൻ വണ്ടി കൊടുക്കാന്ന് പറയുന്നു, അവൻ പൈസ തരാന്ന് പറഞ്ഞു. എവരി പ്രോമിസസ് ഫോമിങ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് കോൾഡ് ആൻ എഗ്രിമെന്റ് എന്നാണ് പറയുന്നത്. പ്രോമിസ് എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് വണ്ടി തരാം, അപ്പൊ ശരി എന്ന് പറയുമ്പോൾ തന്നെ പ്രോമിസ് ആയി. പക്ഷെ എഗ്രിമെന്റിലേക്ക് എത്തുമ്പോൾ എന്താണ്, ഞാൻ അങ്ങോട്ട് പ്രോമിസ് കൊടുത്തു, അവൻ തിരിച്ചതിന് പകരം എന്തോ ചെയ്യാന്ന് പറഞ്ഞു. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു സ്റ്റേജിലാണ് ഇത് എഗ്രിമെന്റ് ആയി മാറുന്നത് പറഞ്ഞു. ഇനി അതൊക്കെ നമ്മൾ ലേറ്റർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ്. എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട് ആകുന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്തുകൊണ്ടാണ് പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മൾ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം കൊടുക്കുമെന്ന് പറയാം. ചിലപ്പോൾ ഞാൻ കഞ്ചാവ് കൊടുക്കാൻ പകരം 5 ലക്ഷം രൂപ തരുന്നതെങ്കിൽ പറയെങ്കിൽ പറഞ്ഞാലോ, അപ്പൊ കൺസിഡറേഷൻ ഇല്ലീഗലായി. അപ്പൊ എന്തായി, കോൺട്രാക്ട് മൊത്തത്തിൽ ഇല്ലീഗലായി മാറി. കോൺട്രാക്ട് അപ്പൊ എഗ്രിമെന്റ് ഇല്ലീഗലായി. എഗ്രിമെന്റ് ഇല്ലീഗലായി കഴിഞ്ഞാൽ കോൺട്രാക്ട് ആകുമോ? ഇല്ല, കോടതിയിൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെയാണ് നമുക്ക് ലേറ്റർ ഹാഫിൽ നമുക്ക് ഡീൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കിക്കോളാം. അപ്പം എഗ്രിമെന്റ് ലീഗലാകാം, ഇല്ലീഗലാകാം, എങ്ങനെ വേണമെങ്കിലും എഗ്രിമെന്റ് ഇരിക്കും. എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ആയാൽ മാത്രമേ അത് കോൺട്രാക്ട് ആവത്തുള്ളൂ. അതാണ് നമുക്ക് പിന്നീട് ഡീൽ ചെയ്യാനുള്ള പ്രധാന ഒരു ചോദ്യത്തിൽപ്പെട്ട ഒന്നാണ് അതെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും എവരി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിങ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് കോൾഡ് എഗ്രിമെന്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി വരുന്നതാണ് റെസിപ്രോക്കൽ പ്രോമിസസ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ വേജറിങ് എഗ്രിമെന്റ് എന്നുള്ള ഒരു ഏരിയയിലേക്കൊക്കെ ഒന്ന് എത്തണം. ഓക്കെ, ബെറ്റ് വെക്കൽ എന്നുള്ള ഏരിയയിലേക്കൊക്കെ എത്തണം. എന്നാലും സിമ്പിൾ ആണ്. നമ്മൾ ഒരു കാര്യത്തിനെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പ്രോമിസ് ചെയ്യുന്നു. അതാണ് റെസിപ്രോക്കൽ പ്രോമിസ് എന്നുള്ള ഒരു ഐഡിയ ആവുന്നത്. റെസിപ്രോക്കൽ പ്രോമിസ് നിങ്ങളുടെ എക്സാമിൽ നിന്ന് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും വാട്ട് ഈസ് റെസിപ്രോക്കൽ പ്രോമിസ്, അതിന്റെ എക്സാമ്പിൾസ്, ഡിഫറെന്റ് കൈൻഡ്സ് അങ്ങനൊന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് ആകെ വരുന്ന വേജറിങ്ങിന്റെ അകത്ത് റെസിപ്രോക്കലിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നു. റെസിപ്രോക്കൽ പ്രോമിസ് അതായത് ഞാൻ പറയുന്നു മഴ പെയ്യുമെന്ന്, വേറൊരാൾ പറയുന്നു മഴ പെയ്യില്ല. ഓക്കെ, ഒരേ കാര്യത്തിനെ പറ്റി തിരിച്ചും മറിച്ചും നമ്മൾ പറയുകയാണ്. അതാണ് ഈ റെസിപ്രോക്കൽ പ്രോമിസ് എന്നുള്ളത്. ഓക്കെ, ഇതിനെല്ലാം പല കൈൻഡ് ഉണ്ട്. യൂണിലാറ്ററൽ ഉണ്ട്. വേണ്ട, നമുക്ക് അതിലോട്ടൊന്നും പോകണ്ട, കാരണം നിങ്ങളുടെ സിലബസിൽ അത് ഇല്ല. ഇല്ലാത്ത കാര്യത്തെ പറ്റി ഞാൻ സമയം കളയും. അപ്പൊ റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒരു കാര്യത്തിനെ തിരിച്ചും മറിച്ചും പറയുന്നു എന്നൊരു സംഭവമാണ് പറഞ്ഞത്. ഇനി 2 clause ഡിയിലേക്ക് വരാം. വോയിഡ്. ഇനി കോൺട്രാക്റ്റിൽ എവിടെ വോയിഡ് എന്ന് കണ്ടാലും ഞാൻ ഇപ്പൊ പറയുന്ന കാര്യം ഓർത്തിരിക്കുക. വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് ഈസ് നൾ, കോൺട്രാക്ട് ഈസ് വട്ടപൂജ്യം, ഇറ്റ് ഈസ് എ വോയിഡ്. അതിൻ്റെ അകത്ത് ഒരു ഒന്നുമില്ല, ശൂന്യതയാണ് എന്ന് പറയുന്നതാണ്. അപ്പൊ കോൺട്രാക്ട് ഒരുപാട് സാഹചര്യങ്ങളിൽ വോയിഡായി. ഓക്കെ, ഇപ്പൊ കപ്പാസിറ്റി ടു കോൺട്രാക്ട് ഇല്ലാത്ത ആളുകളുമായിട്ടാണ് കോൺട്രാക്ട് എങ്കിൽ വോയിഡാണ്. അവനോട് കോൺട്രാക്ട് ഏർപ്പെടാൻ പറ്റില്ല. പിന്നെ നീ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വോയിഡാ എന്ന് നമ്മൾ പറയും. മനസ്സിലായി? അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പോലെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അതൊരു വോയിഡാണ്, കോൺട്രാക്ട് വോയിഡാണെന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ള ഒരുപാട് ഏരിയാസ് പിന്നീട് ലേറ്റർ ആയിട്ട്. അപ്പം ചില സാഹചര്യങ്ങൾ പറയുന്നത്, ആ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വോയിഡ് കോൺട്രാക്ട് എന്നാണ് പറയുക. ഇറ്റ്സ് വോയിഡ്. അതിന്റെ പേരിൽ കോൺട്രാക്ട് ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരിക്കലും എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അത് വോയിഡ് ആണ്. ആ എഗ്രിമെന്റ് വോയിഡ് ആണ്. അത് ഒരിക്കലും കോടതി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. അത് കോടതിയിൽ ഒരിക്കലും എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വോയിഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്താണ് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് കോൺട്രാക്ട്. അപ്പം എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത കോൺട്രാക്റ്റിനെ നമ്മൾ വോയിഡ് എന്ന് പറയും. അതുപോലെ തന്നെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന കോൺട്രാക്റ്റുകൾ, എഗ്രിമെന്റുകൾ, എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത എഗ്രിമെന്റുകളാണ് വോയിഡ്. അതുപോലെ തന്നെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന എഗ്രിമെന്റുകളെ നമ്മൾ കോൺട്രാക്ട് എന്ന് വിളിക്കും. ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞ അതിൽ പറഞ്ഞ കൺസെപ്റ്റ് ആണ് വോയിഡബിൾ കോൺട്രാക്ട്. വാട്ട് ഈസ് എ വോയിഡബിൾ കോൺട്രാക്ട്? അതായത് വോയിഡബിൾ, ആ വാക്കിൽ തന്നെ ഇടപെടല്ലോ. വോയിഡബിൾ അത് വെച്ചാൽ 2 വാക്ക് ചേർന്നതാ. വോയിഡ് പ്ലസ് ഏബിൾ. ഓക്കെ, അതായത് എന്താണ്? വോയിഡ് വേണമെങ്കിൽ ആക്കാം, വേണമെങ്കിൽ വാലിഡ് ആയിട്ട് നിലനിർത്താം. ഓക്കെ, അതായത് കോൺട്രാക്റ്റിൽ ഒരാൾക്ക് തീരുമാനിക്കാം ഈ കോൺട്രാക്ട് വാലിഡ് ആക്കണോ വോയിഡ് ആക്കണോ. ഇത് മേജർ ആയിട്ട് വരുന്നത് കൺസെന്റ് റിലേറ്റഡ് ഏരിയയിലാണ്. ഓക്കെ, ഇപ്പൊ എഴുതിക്കൊള്ളാറുണ്ട്, കൺസെന്റ് റിലേറ്റഡ് ഏരിയയിലാണ് ഇത് വരിക. അതായത് കൺസെന്റ്, ഞാനിപ്പോ ഒരാളെ പറ്റിച്ചു, ഞാൻ തന്നെ പറ്റിച്ച് അവനെ കൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിച്ച, അല്ലെങ്കിൽ ഞാൻ ഒരുത്തനെ പേടിപ്പിച്ചുകൊണ്ട് കഴുത്തിൽ കത്തി വെച്ചിട്ട് കൊയേർഷൻ എന്നാ പറയാം, ഒരുത്തനെ പേടിപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അവനൊണ്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിച്ചു. അവൻ അടുത്ത ദിവസം കോടതിയിൽ പോയി പറയാണ് ഇയാൾ എന്നെ പീഡിപ്പിച്ചാണ് കോൺട്രാക്ട് ഏർപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ അത് വോയിഡായി.
അല്ല അടുത്ത ദിവസം കോടതിയിൽ വരുമ്പോഴും അവൻ പറയുന്നത് ഇല്ല ഇത് വാലിഡ് കോൺട്രാക്ട് ആണ്, എന്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് വാലിഡ് ആയിട്ട് നിൽക്കും. അപ്പം അവൻ തീരുമാനിക്കും, അല്ല എനിക്കൊന്നും പറയാൻ പറ്റില്ല, അവൻ തീരുമാനിക്കും ഇത് വാലിഡ് ആണോ വോയിഡ് ആണോ. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഓപ്ഷൻ കിട്ടുന്ന സാഹചര്യത്തിനാണ് നമ്മൾ വോയിഡബിൾ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കൺസെപ്റ്റുകൾ, ഇത് ബേസിക്കലി ഒരു സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റുവൽ ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, ഇത് ഇത്രയും പഠിക്കാൻ പറഞ്ഞ ഈ വാക്കുകളും ഈ കൺസെപ്റ്റും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇതിൽ ഓരോന്നും എലാബറേറ്റ് ചെയ്ത് പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകും. ഇതിൽ ഓരോ ഏരിയ എടുത്ത് ഇപ്പം വാട്ട് ആർ വോയിഡബിൾ കോൺട്രാക്ട്സ് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ വാട്ട് ആർ വോയിഡ് കോൺട്രാക്ട്സ് എന്നുള്ള രീതിയിൽ വരും. അല്ലെങ്കിൽ ഇതിനകത്ത് ഇനി എലാബറേറ്റ് ചെയ്യുന്നതാണ് എന്താണ് എല്ലാ എഗ്രിമെന്റ്സും എന്തുകൊണ്ട് ഓൾ എഗ്രിമെന്റ്സ് ആർ നോൺ കോൺട്രാക്ട് എന്തുകൊണ്ടെന്ന് ഡീറ്റെയിൽഡ് പറഞ്ഞ് ഈ പറഞ്ഞതിനകത്തുള്ള എല്ലാ കൺസെപ്റ്റുകളെയും എടുത്ത് വലുതാക്കിക്കൊണ്ടാണ് ആ ചോദ്യത്തിന് ഉത്തരം വരുന്നത്. 15 മാർക്കിന്റെ ചോദ്യമാണ്. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡെഫിനിഷന്റെ അടുത്ത് തന്നെയാണ് വരുന്ന പ്രോബ്ലംസ് വരുന്നത്. വോയിഡ് ആണോ വോയിഡബിൾ ആണോ മിക്കപ്പോഴും കണ്ടെത്തുക, അത് വാലിഡ് ആണെന്ന് കണ്ടെത്തുകയാണെന്ന് മിക്കപ്പോഴും ഉള്ള ചോദ്യങ്ങൾ എന്ന് പറയും. അപ്പൊ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഏരിയാസും ഇതിനകത്ത് തന്നെയാണ് കവർ ചെയ്ത് പോകുന്നത്. അപ്പം ആ ഏരിയാസിലോട്ടാണ് നമ്മൾ നീങ്ങി പോകുന്നത്. ഇത് ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയുന്നുണ്ടോ? ടൈപ്പ് ചെയ്താൽ മതി. ലിയാനയുടെ മൈക്ക് ഓൺ ആണ്, ഐ മീൻ ക്യാമറ ഓൺ ആണ്. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ഓക്കെ ആണ്. ഇപ്പൊ ഇത്ര നേരം പഠിച്ചത് വെച്ചിട്ടൊന്നുമല്ല എസ്ഐസും കാര്യങ്ങളും ഒന്നും നിൽക്കുന്നത്. എസ് ഇതാണ് അല്ലെ, മിക്കപ്പോഴും നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കാണുന്നത് ഓൾ എഗ്രിമെന്റ്സ് ആർ നോട്ട് കോൺട്രാക്ട് ബട്ട് ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെന്റ്സ് അല്ലെ. എലാബറേറ്റ്, ഇത് ഈ ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. 15 മാർക്കിനാണ്, 15 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 15 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോ നിങ്ങൾ ഏത് ഗൈഡ് എടുത്തു കഴിഞ്ഞാലും ഗൈഡിന്റെ തുടക്കത്തിൽ ഏതിപ്പം പൽക്കേതായാലും എന്താണ് അവതാർ സിംഗ് ആയാലും ഏത് ഗൈഡ് എടുത്തു വെച്ച് കഴിഞ്ഞാലും ആദ്യമേ കാണിക്കുന്ന ഒരു ഏരിയ ഇതാണ് അല്ലെ, എന്തുകൊണ്ടാണ് ഓൾ എഗ്രിമെന്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. എന്നിട്ട് സെക്ഷൻ 10 വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ടാകും. ഞാൻ ഈ എടുക്കുന്ന നോട്ട്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യും, ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം ഉണ്ടാക്കാം, ആ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യൽ നടക്കുമോ നമുക്ക് നോക്കാം, എന്തായാലും ഗ്രൂപ്പിലിടാം. അപ്പോ ഇതിൽ മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ 1000 വഴികളുണ്ട്, പല രീതിയിൽ എഴുതാം. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ തന്നെ എഴുതണം എന്താ നിർബന്ധം. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഒരു പുസ്തകം വായിക്കുന്നുണ്ടെങ്കിൽ ആ പുസ്തകത്തിൽ ആ ക്വസ്റ്റ്യൻ ഒരു രീതിയിൽ ഉത്തരം കൊടുത്തിട്ടുണ്ട്, ആ രീതിയിൽ ഉത്തരം എഴുതണം ഒരു നിർബന്ധമില്ല. ശരിക്കും ഈ ചോദ്യത്തിന് ഉത്തരം ഞാനിപ്പോ പറഞ്ഞിരുന്നത് ലൈക്ക് നിങ്ങൾ എടുക്കുന്ന ഗൈഡുകളിൽ തന്നെ 15 മാർക്കിന്റെ ചോദ്യത്തിന് ആദ്യമേ ഉത്തരമുണ്ട്. ഇയാൾ മാത്രം അവസാനത്തേക്ക് വെക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു അറ്റൻഷൻ ഡിസോർഡർ ഒക്കെ ഉണ്ട്. അപ്പൊ വേണ്ടുന്ന കണ്ടന്റ് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ ക്ലാസ് ഒക്കെ കളഞ്ഞിട്ട് പോകും. അതുകൊണ്ടാണ് ശരിക്കും ഞാൻ ആദ്യമേ ഇൻക്ലൂഡ് ചെയ്തത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് സത്യം പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ഉത്തരം നോക്കിയത്. കാരണം സെക്ഷൻ 10 മാത്രം എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ്. സെക്ഷൻ 10 എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതും, വൈ ആർ ഓൾ എഗ്രിമെന്റ്സ് ഓൺ കോൺട്രാക്ട്. അങ്ങനല്ല, നമുക്കിത് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകാം. അപ്പൊ നമ്മള് ഈ ഒരു ചോദ്യം വരികയാണ്, എന്തുകൊണ്ടാണ് എല്ലാ എഗ്രിമെന്റ്സും കോൺട്രാക്ട് ആവാത്തത്? അപ്പൊ നിങ്ങളുടെ എല്ലാ ഗൈഡിലും ആദ്യം ഈ ചോദ്യത്തിന് ഉത്തരവുണ്ട്. എന്നാൽ എഗ്രിമെന്റ് എന്താണെന്നോ കോൺട്രാക്ട് എന്താണെന്നോ അതുപോലെ തന്നെ എന്താണ് വോയിഡ് ആകുന്ന സാഹചര്യങ്ങളെന്നോ എന്തൊക്കെയാണ് വോയിഡബിൾ ആകുന്ന സാഹചര്യം എന്നോ എപ്പോഴാണ് ഇല്ലീഗൽ ആകുന്നതെന്നുള്ള ഒബ്ജക്ട് ഇല്ലീഗൽ ഇതൊന്നും അറിയില്ല. നേരെ ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ പഠിക്കുകയാണ്, സെക്ഷൻ 10 മാത്രം വെച്ചു. അതൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ പുസ്തകത്തിൽ കിടക്കുന്നത്, നമ്മൾ ആ റൂട്ടിലൂടെ സഞ്ചരിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യമേ എന്താ ചെയ്യേണ്ടത്? ആദ്യമേ കോൺട്രാക്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, എന്തുകൊണ്ടാണ് എല്ലാ എഗ്രിമെന്റ്സും കോൺട്രാക്ട് ആകാത്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കോൺട്രാക്റ്റിനെ ഒന്ന് ഡിഫൈൻ ചെയ്യണം. കോൺട്രാക്ട് ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി നോക്കും, എന്താണ് നമ്മൾ ഓൾറെഡി അറ്റൻഡ് ചെയ്തത്. അതാണ് എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഒരു എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ആകുമ്പോഴാണ് അത് കോൺട്രാക്ട് ആണ്. ബൈ ദെയർ ഇൻ ഇറ്റ് സെൽഫ്, ആ ഡെഫിനിഷനിൽ തന്നെ കിടപ്പുണ്ട് എന്താണ്? എഗ്രിമെന്റ് ഷുഡ് ക്വാളിഫൈ. ഒരു എന്തോ കുറച്ച് ടെസ്റ്റുകളുണ്ട്, അത് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ ഈ എഗ്രിമെന്റുകളെ കോൺട്രാക്ട് ആക്കാൻ പറ്റത്തുള്ളൂ. എൻഫോഴ്സിബിലിറ്റി എന്നുള്ള ഒരു ടെസ്റ്റ് പാസ് ആകണം. അതായത് കോടതിയിൽ എൻഫോഴ്സിബിൾ ആകാൻ വേണ്ടുന്ന എല്ലാ ടെസ്റ്റുകളും പാസ്സായാലേ ഒരു എഗ്രിമെന്റ് കോൺട്രാക്ട് ആകുള്ളൂ എന്ന് കോൺട്രാക്ടിന്റെ ഡെഫിനിഷൻ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, only those agreements which are enforceable by law അല്ലെ, അവരാണ് which are capable of being enforced through court of law are contract എന്ന് തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ എന്താണ് എൻഫോഴ്സിബിലിറ്റി എന്ന് പറഞ്ഞ പരിപാടി നടപടിയാകുമ്പോൾ മാത്രമേ ഇവൻ കോൺട്രാക്ട് ആവുകയുള്ളൂ. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് ഈ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ കിട്ടും അല്ലെ. 2 or more persons തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാവണം,
അത് എൻഫോഴ്സിബിൾ ആയിരിക്കണം എന്നുള്ള സാധനം കിട്ടി. ഇനി നമ്മൾ എങ്ങോട്ട് പോകും? എഗ്രിമെന്റ്. അപ്പൊ ഇനി പറയാണ് ഇനിയിപ്പോ എഗ്രിമെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം എന്നുള്ള ക്വസ്റ്റ്യനിലോട്ട് പോകും. അപ്പൊ നമ്മൾ എഗ്രിമെന്റിനെ ഒന്ന് ചുമ്മാ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 2 ക്ലോസ് ഇയിലാണ് എഗ്രിമെന്റ് നടക്കുന്നത്. എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിംഗ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് ആൻ എഗ്രിമെന്റ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച്. അപ്പൊ ആ ഡെഫിനിഷനും എന്റെ താഴേക്ക് നമുക്ക് എഴുതാം. അതിന് കോൺട്രാക്ട് എന്താന്ന് പറഞ്ഞു. കോൺട്രാക്ട് എന്താന്ന് പറഞ്ഞപ്പോൾ അതിൽ എഗ്രിമെന്റ് ഉണ്ട്, പക്ഷെ അതിന് എൻഫോഴ്സിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. നമ്മൾ അതിന്റെ താഴേക്ക് എഴുതാണ് എഗ്രിമെന്റ് എന്താണെന്നുള്ള ഡെഫിനിഷൻ കൊടുത്തു. നമ്മള് എഗ്രിമെന്റ് എന്താണെന്നുള്ളൊരു ഡെഫിനിഷൻ കൊടുത്തു. എഗ്രിമെന്റ് എന്നുള്ള ഡെഫിനിഷൻ. അപ്പം എഗ്രിമെന്റ് എന്താണ് എന്നുള്ളൊരു ഡെഫിനിഷൻ നമ്മൾ അതിന്റെ അടിയിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ എഗ്രിമെന്റിന്റെ ഡെഫിനിഷൻ വരുമ്പോൾ അതിന്റെ അകത്ത് പിന്നെയും കുറെ ടേംസ് നമുക്ക് കാണാൻ സാധിക്കും. എഗ്രിമെന്റ് അകത്ത് എന്തൊക്കെയുണ്ട്? പ്രോമിസ് എന്നുള്ള ടേം ഉണ്ട്, അതിനകത്ത് കൺസിഡറേഷൻ എന്നുള്ള ടേം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ടേംസിനെ ഇൻഡിവിജ്വൽ ആയിട്ട് അവിടെ വേണമെങ്കിൽ ഒന്നും കൂടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എഗ്രിമെന്റ് കണ്ടെയ്ൻസ് എ പ്രോമിസ് ആൻഡ് കൺസിഡറേഷൻ. അപ്പൊ കൺസിഡറേഷൻ എന്താണെന്നുള്ള ഡെഫിനിഷൻ കൊടുക്കാം. പ്രോമിസിന്റെ അകത്ത് വരുന്ന ഓഫർ, സാധനങ്ങളൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. 15 മാർക്കിനാണ് ഒരുപാട് എഴുതാൻ വേണ്ടിയിട്ട് അതിലേക്കൊക്കെ പോകാം. പക്ഷെ അത് അത്ര ഒബ്ജക്റ്റീവ് അല്ല. ഞാൻ എന്നാലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്കൊക്കെ പോകാം. അപ്പൊ അതിനെ ഡിഫൈൻ ചെയ്യാം. ഓഫർ എന്താണെന്നും കൺസിഡറേഷൻ എന്താണെന്നും പ്രോമിസ് എന്താണെന്നും ഞാൻ പറയാൻ പോണില്ല, ഓൾറെഡി പറഞ്ഞു. അതൊക്കെ തൊട്ട് താഴേക്ക് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ. അതിനുശേഷം നമ്മൾ എവിടേക്ക് പോകേണ്ടതായിട്ടുണ്ട്? നമ്മൾ സെക്ഷൻ 10 നമ്മൾ പോകും. ഓക്കെ. ഇവിടെയാണ് കൺസിഡറേഷൻ. ഓക്കെ. എഗ്രിമെന്റിൽ ഒരു എസെൻഷ്യൽ ആണ് കൺസിഡറേഷൻ എന്ന് പറയാം. നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ടായില്ല. ക്വിഡ് ബ്രോക്കോ, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റുകൾ, അതൊക്കെ അവിടെ നിന്ന് എഴുതി പോയിട്ടുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഈ കാര്യങ്ങൾ ഇതിനകത്ത് കൺസിഡറേഷൻ ഉണ്ട്. കൺസിഡറേഷൻ എന്താണ്, കൺസിഡറേഷന്റെ ക്വിഡ് ബ്രോക്കോ മാക്സിമം ഒക്കെ ഒന്ന് എഴുതി പോയതിനു ശേഷം നമ്മൾ സെക്ഷൻ 10 വരും. നിങ്ങളുടെ എല്ലാ ഗൈഡുകളിലും സെക്ഷൻ 10 പറ്റി മാത്രമേ, സെക്ഷൻ 10 ആണ് എന്തിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്, എഗ്രിമെന്റ് എങ്ങനെയാണ് കോൺട്രാക്ട് ആകുന്നതിന്റെ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതാ തരുന്നത്. ഓക്കെ. അത് എഴുതുന്നോണ്ട് തെറ്റുന്നല്ല പറയുന്നത്, അതിന്റെ അകത്തുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പം സെക്ഷൻ 10 ലിറ്ററൽ ആയിട്ട് നിങ്ങളുടെ ബേറായിട്ട് എടുത്തു നോക്കി കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു ഡെഫിനേഷൻ ആണ് അവിടെ തരുന്നത്. ഓൾ എഗ്രിമെന്റ്സ് ആർ കോൺട്രാക്ട് ഇഫ് ദേ ആർ മെയ്ഡ് ബൈ ഫ്രീ കൺസെന്റ് ഓഫ് ദ പാർട്ടീസ്. ഓക്കെ. കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട് for lawful consideration with a lawful object and are not hereby expressly declared void. അപ്പോ എന്തൊക്കെ കൺസെപ്റ്റുകളാ പറയുന്നത്? ഒരു എന്താണ് കോൺട്രാക്ട്, എഗ്രിമെന്റ്സ് കോൺട്രാക്ട് ആകണമെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടാവണം? ഫ്രീ കൺസെന്റ് വേണം. ഓക്കെ. അവിടെ ഫ്രീ കൺസെന്റ് വേണം. കപ്പാസിറ്റി ടു കോൺട്രാക്ട് വേണം. കൺസിഡറേഷൻ ലോഫുൾ ആയിരിക്കണം. അതിന് ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം. അതിനെ വോയിഡ് ആയിട്ട് നിയമം ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒന്നാകാൻ പാടില്ല. അപ്പം ഇതിനെ എലാബറേറ്റ് ചെയ്ത് എഴുതാം. ഈ പറഞ്ഞ നിങ്ങൾക്ക് ഈ പറഞ്ഞ സെക്ഷൻ 10 എലാബറേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഒരെണ്ണം തരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ അലിഖേദാരൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ്, ഡൊമസ്റ്റിക് എഗ്രിമെന്റ് ആകാൻ പാടില്ല, ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ കൺസെൻസസ് ആയിട്ട് മീറ്റിംഗ് ഓഫ് മൈൻഡ്, അങ്ങനെ കുറെ സംഭവങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതാണ് സെക്ഷൻ 10 ഒറിജിനൽ ആയിട്ടുള്ള ഡെഫിനിഷൻ. ഓക്കെ. അപ്പൊ അതിൻ്റെ അകത്ത് കിടക്കുന്ന ഓരോ വാക്കുകളെയും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ ഇത് നമ്മൾ ലേറ്റർ ഓൺ പഠിക്കുന്നത്. ശരിക്കും അതെടുത്ത് എഴുതുന്നതാണ് അതിന്റെ കുറച്ചും കൂടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതിന്റെ ആ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ ഉൾപ്പെടുത്താം. ആദ്യമേ ഈ ഡെഫിനിഷൻ എഴുതാം. അപ്പൊ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്ട് എന്ന് പറഞ്ഞ സെക്ഷൻ 10 പറയുന്നുണ്ട്. അവിടെ എന്തൊക്കെ ഉണ്ടാകണം? ചുമ്മാ ഹെഡിങ് വെക്കുക. എന്താണ് അവിടെ? കൺസിഡറേഷൻ, ലോഫുൾ കൺസിഡറേഷൻ ആയിരിക്കണം. അതിലുള്ള ആളുകൾക്ക് കപ്പാസിറ്റി ടു കോൺട്രാക്ട് ഉണ്ടാകണം. അവിടുത്തെ കൺസെന്റ് ഫ്രീ ആയിരിക്കണം. ഒബ്ജക്റ്റ് ലോഫുൾ ആയിരിക്കണം. ഓക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 മുതൽ 30 വരെയുള്ള സെക്ഷൻസിന്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ടു ബി ഫെയർ, അതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരാം. ഇതിനെ ഓരോന്നിനെ എടുത്തിട്ട് റീഡിഫൈൻ ചെയ്യാം. ഏതൊക്കെ സാഹചര്യത്തിൽ കൺസിഡറേഷൻ എന്താണ് ഇല്ലീഗലായി മാറും. കഞ്ചാവിന് സബ്ജക്ട് മാറ്റർ, കഞ്ചാവിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എഗ്രിമെന്റ് ഏർപ്പെട്ടത്, അത് കോൺട്രാക്ട് ആവുമോ? കോൺട്രാക്ട് ആവില്ല. കപ്പാസിറ്റി ടു കോൺട്രാക്ട് അകത്തേക്ക് വരികയാണ്. ശരിക്കും ഈ പറയുന്ന ഇല്ലീഗാലിറ്റി ഒബ്ജക്റ്റിനെ പറ്റി പറഞ്ഞ് 23 മുതൽ 30 വരെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഓരോ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം. അല്ല, ഈ പറയുന്ന പോലെ കപ്പാസിറ്റി ഇപ്പൊ മൈനറായിട്ടുള്ള കോൺട്രാക്ട് ആകുമോ? ഇല്ല. അതിൽ അൺസൗണ്ട് പേഴ്സൺ ആയിട്ടുള്ള കോൺട്രാക്ട് ആകുമോ? ഇല്ല. അതുപോലെ തന്നെ കൺസെന്റ്, കൊയർഷൻ വഴി, അൺഡ്യൂ ഇൻഫ്ലുവൻസ് വഴി,
ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് വഴികൾ പറയുന്നത്. അപ്പൊ ഇതുപോലത്തുള്ള കൺസെന്റുകൾ പ്രോപ്പർ അല്ലെങ്കിൽ അത് കോൺട്രാക്ട് ആകില്ല. അതിനെയൊക്കെ നമുക്ക് ഓരോന്നിടത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ അപ്പൊ നമുക്ക് ഞാൻ പറയുന്നത് ഇത് വേറൊന്നുമല്ല, ഇതൊന്നും ഇപ്പൊ പറയത്തില്ല, ഇതൊക്കെ ഇനി നമുക്ക് ലേറ്റർ ഓൺ പഠിക്കാനുള്ള ഏരിയാസ് ആണ്. അപ്പൊ ആദ്യമേ തന്നെ വെറും സെക്ഷൻ 10 അതിനെ എലാബറേറ്റ് ചെയ്യുന്ന സാധനം എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാം. അപ്പൊ ശരിക്കും കോൺട്രാക്ട് എന്ന് പറഞ്ഞൊരു കണ്ടിന്യൂയിങ് നിയമമാണ്. നമ്മളിപ്പം IPC BNS ഒക്കെ പഠിക്കുമ്പോൾ എന്താണ് കൾപ്പോൾ ഓബിസൈഡ് മരണം, അത് പഠിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു, എന്നിട്ട് അടുത്ത സെക്ഷൻ വേറെയാണ്. പക്ഷെ കോൺട്രാക്ട് ഇത് ഇപ്പൊ നമ്മൾ ഇത്രയും പഠിച്ച കാര്യം ഒറ്റ ട്രാൻസാക്ഷൻ ആണ്. ഓഫർ ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, പ്രോമിസ്, കൺസിഡറേഷൻ ഓക്കെ ആണോ നോക്കുന്നു, കൺസിഡറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എഗ്രിമെന്റ് ആകുന്നു, എഗ്രിമെന്റ് ആയിട്ട് കോൺട്രാക്ട് ആകാൻ പോകുമ്പോഴത്തേക്കും നോക്കുന്നു ഇത് വോയിഡബിൾ ആകാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. വോയിഡ് ആകാൻ എന്തൊക്കെ റീസൺസ് ഉണ്ട്? ഈ പറയുന്ന കൺസിഡറേഷൻ തെറ്റാണെങ്കിൽ വോയിഡ് ആയി പോകും, കപ്പാസിറ്റി ഇല്ലെങ്കിൽ വോയിഡ് ആയി പോകും, ഫ്രീ കൺസെന്റ് അല്ലെങ്കിൽ വോയിഡ് ആയി പോകും, ഒബ്ജക്റ്റ് ഇല്ലീഗൽ ആണെങ്കിൽ വോയിഡ് ആയി പോകും. ഇതൊക്കെ വോയിഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും എൻഫോഴ്സ് ആകില്ല, അപ്പൊ കോൺട്രാക്ട് ആകില്ല. അപ്പൊ ഇതെല്ലാം ഒറ്റ അപ്പൊ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ അത് എന്തായി മാറുന്നു? കോൺട്രാക്ട് ആയി മാറും. ഒറ്റ റൂട്ടിൽ കിടക്കുന്ന കാര്യങ്ങളാണ്, ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളല്ല. ഓക്കെ, അപ്പം ഈ തരത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഇതിന്റെ ഓരോന്നും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൊണ്ട് ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ആൻസർ മേക്ക് ചെയ്യാം. അയാളൊന്ന് പറഞ്ഞു പോയിരുന്നേ ഉള്ളൂ. എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 8, 10 തന്നെ സിമ്പിൾ ആയിട്ട് എലാബറേറ്റ് ചെയ്ത് എഴുതി പോകാം. കാരണം ബാക്കി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ വരത്തേ ഉള്ളൂ. അടുത്ത സെഷൻസിലായിട്ടായിരിക്കും ഈ പറയുന്ന കൺസിഡറേഷന്റെ ഡീറ്റെയിൽസ്. കാരണം ഇന്ന് ഓഫർ തീരത്തേ ഉള്ളൂ. കൺസിഡറേഷന്റെ ഡീറ്റെയിൽസും വോയിഡബിലിറ്റിയും വോയിഡും എല്ലാം നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യത്തുള്ളൂ. ഞാനിപ്പോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു, അത് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ ആർക്കെങ്കിലും? പറഞ്ഞതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ അത്തരം കാര്യങ്ങളാണ് വരുന്നത്. അപ്പോ ഈ പറയുന്ന പോലെ ആദ്യമേ നമുക്കിപ്പോ ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ നമുക്ക് അതിന് കോൺട്രാക്ടിനെ ഡിഫൈൻ ചെയ്യാം, എഗ്രിമെന്റ് ഡിഫൈൻ ചെയ്യാം, എഗ്രിമെന്റ് അകത്തുള്ള കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്യാം. പിന്നെ ഈ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 10 ആണ് യഥാർത്ഥ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. എന്താണ് എസെൻഷ്യൽ എലമെന്റ്സ്? അപ്പൊ ആ സംഭവം എടുത്ത് അങ്ങോട്ട് എഴുതാം. ഓക്കെ, എന്നിട്ട് ഈ സംഭവം നമ്മൾ പഠിച്ചത് ഫ്രീ കൺസെന്റും ഒബ്ജക്റ്റും കൺസിഡറേഷനും വോയിഡബിലിറ്റിയും ഒക്കെ അങ്ങോട്ട് സിമ്പിൾ ആയിട്ട് എഴുതി വെക്കാം. എന്നിട്ട് അതിനെ ഓരോന്നായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം, യാതൊരുവിധ പ്രശ്നമില്ല. അതിനോടൊപ്പം തന്നെ അതിന്റെ കൃത്യമായ സെക്ഷൻ 10നെയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സെക്ഷൻ 10ന്റെ അകത്ത് ഈ സെക്ഷൻ 10ൽ ഒളിച്ചു കിടക്കുന്ന കാര്യങ്ങളുണ്ട്. അത് എക്സ്പ്രസ്ലി പറയുന്ന കാര്യങ്ങൾ ഈ 4 കാര്യങ്ങൾ, ഈ കപ്പാസിറ്റിനെ പറ്റിയും കൺസിഡറേഷനെ പറ്റിയിട്ടും കൺസെന്റിനെ പറ്റിയിട്ടും ഒബ്ജക്റ്റിനെ പറ്റിയോ പറയണം. പക്ഷെ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ 5 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും എന്താണ് ഈ എസെൻഷ്യൽ എലമെന്റ്സ് സെക്ഷൻ 10നെ ഡിഫൈൻ ചെയ്യാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്ട് എക്സ്പ്ലെയിൻ എന്ന് പറയാറുണ്ട്. 3 മാർക്കിന് 5 മാർക്കിനൊക്കെ ആയിട്ട് ഞങ്ങളുടെ സമയത്ത് ഓരോ സമയത്ത് ഓരോ കാലം ഇപ്പൊ നിങ്ങൾക്ക് 3 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ 3 മാർക്കിന് ചോദിച്ചു പോകാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സംഭവം ഇപ്പൊ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതി പോകണം. അത് ശരിക്കും LK നായരൊക്കെ ഓക്കെയാണ്, LK നായരിലൊക്കെ കറക്റ്റായിട്ട് എഴുതി പോയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോരുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം സെക്ഷൻ 10ൽ പറയുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഗ്രിമെന്റ്. അപ്പം ആ നേരത്തെ സെക്ഷൻ 10ന്റെ ഡെഫിനിഷൻ ഞാൻ നേരത്തെ തന്നു, അല്ലെങ്കിൽ സോറി അതിന്റെ വേറെ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ നേരത്തെ തന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് കിടക്കുന്ന കാര്യങ്ങൾ എലാബറേറ്റിംഗ് ഓൺ ദ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ട് താഴോട്ട് എഴുതുക. ഓക്കെ, വേണമെങ്കിൽ ചിലർ ഇങ്ങനെ പറയാറുണ്ട്, അതാണ് എക്സ്പ്രസ് പ്രൊവിഷനിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഇത്രയും, എന്നാൽ ഇംപ്ലൈഡ് ആയിട്ട് മറ്റു കാര്യങ്ങളും ഇതിന്റെ ഉള്ളിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാത്തുള്ള ബാക്കി കാര്യങ്ങൾ എഴുതി പോകാം. ശരിക്കും അങ്ങനെ, കാരണം ഇത് കോമൺ ലോ പ്രീസിഡൻസ് വഴി എവോൾവ് ചെയ്തു വന്നൊരു സംഭവമാണ് ഈ കോൺട്രാക്ട് ആയിട്ട് എന്ന് പറയുന്നത്. അപ്പം കുറെ കാര്യങ്ങളൊക്കെ എന്താണ് ഈ പറയുന്നത് ഇത് ഒളിഞ്ഞു കിടക്കുക, ഇംപ്ലൈഡ് ആയിട്ട് എന്താണ് കോമൺ ലോ ഇവരുടെ പ്രീസിഡൻഷ്യലി കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിൽ വരുന്ന ഒരു പ്രധാന കാര്യമാണ് ഈ സംഭവം എന്ന് പറയുന്നത്, ഈ കോൺട്രാക്ടിന്റെ ഇന്റൻഷൻ. ഇതിന്റെ സെക്ഷൻസിൽ എവിടെയും പറയുന്നില്ല കോൺട്രാക്റ്റിൽ എത്തരത്തിലുള്ള ഇന്റൻഷൻ ഉണ്ടായിരിക്കണോ. ഓക്കെ, ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇന്റൻഷൻ ഉണ്ടാവണമെന്ന് നിങ്ങൾ ഒറിജിനൽ ബെയർ ആക്ട് വായിച്ചു കഴിഞ്ഞാൽ അത് എവിടെയും കിടപ്പില്ല, സത്യമായിട്ട് എവിടെയും കിടപ്പില്ല. ഓക്കെ, അതും ഇതുപോലെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി സോഷ്യൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എഗ്രിമെന്റുകൾ എന്താണ് ആകാൻ പാടില്ല ഒരു കോൺട്രാക്ട്. എഗ്രിമെന്റ് ഷുഡ് നോട്ട് ബി എ മിയർ സോഷ്യൽ എഗ്രിമെന്റ് ഓർ ഡൊമസ്റ്റിക് എഗ്രിമെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് എന്നിട്ട് ഇതിന്റെ ഒരുപാട് കേസ് ലോസ് നിങ്ങളുടെ ബുക്സിൽ വരുന്നുണ്ട്. ബാൽഫോർ കുടുംബ പ്രശ്നങ്ങളാണ്, ബാൽഫോർ വേഴ്സസ് ബാൽഫോർ, ജോൺസ് വേഴ്സസ് പാടിവട്ടം, അതൊക്കെ ആ കഥ നിങ്ങൾ വായിച്ചാൽ മതി, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതുപോലെ ഒരാളെ നമ്മൾ സിനിമ കാണാൻ വിളിക്കുന്നു, അയാൾ നമ്മളപ്പോൾ സിനിമ കാണാൻ വന്നില്ല, പക്ഷെ അതിന് ടിക്കറ്റ് എടുത്തു, അപ്പൊ ആ പൈസയ്ക്ക് നഷ്ടം വന്നു. കോൺട്രാക്ട് വയലേറ്റ് ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. സിനിമ കാണാൻ ഒരുത്തരം വിളിക്കുന്നത് ലീഗൽ റിലേഷൻഷിപ്പിൽ നിന്ന് ബയ്യർ സെല്ലർ ഉണ്ടോ, ലീസ് ഉണ്ടോ,
സെല്ലർ ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? ലീഗൽ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. വീട്ടിലെടുത്തിന് വിരുന്ന് ഫുഡ് കഴിക്കാൻ വിളിച്ചു, ലീഗൽ റിലേഷൻഷിപ്പ് എന്തെങ്കിലും റൈസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇൻട്രസ്റ്റോട് കൂടി ഉണ്ടാക്കുന്ന എഗ്രിമെന്റുകൾക്ക് മാത്രമേ കോൺട്രാക്ടിന്റെ വാലിഡിറ്റിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തേൽ അതൊന്നും കൂടെ ശരിക്കും 1ലും 2ലും പറഞ്ഞ ഒരേ കാര്യം തന്നെയാണ്. രണ്ടാമത്തെ ഊന്നി പറയുകയാണ്. ഒന്നിൽ പറയുന്നത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്തായിട്ടില്ല എഗ്രിമെന്റ് ആക്കി കഴിഞ്ഞാൽ അത് കോൺട്രാക്ട് ആകില്ല. അതുപോലെ തന്നെ ദർ ഷുഡ് ബി ആൻ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ, ലീഗലായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടാകണം എന്നുള്ളതാണ് അവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ ലീഗൽ ഒബ്ലിഗേഷൻ പറയുന്നുണ്ട്, ലൈക്ക് ചുമ്മാ നിങ്ങളോട് ചോദിക്കുകയാണ്. ഓക്കെ, ലൈക്ക് ഇന്നത്തെ പോർഷന്റെ ഭാഗമായിട്ടൊന്നും വരികയല്ല. ആർക്കെങ്കിലും പറയാമോ ഈ നേച്ചർ ഓഫ് കോൺട്രാക്ട്, കോൺട്രാക്ടിന്റെ സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും എൻ്റെ ഒരു ഉത്തരം തരാം? അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറില്ല, അത് ചോദിക്കാണ്. ഒരു 3 മാർക്കിനെ ചുമ്മാ നേച്ചർ ഓഫ് കോൺട്രാക്ട് ഒന്ന് ഡിഫൈൻ ചെയ്യൂ, അല്ലെങ്കിൽ നേച്ചർ ഓഫ് കോൺട്രാക്ടിനെ പറ്റി പറയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അല്ലെങ്കിൽ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ഇതൊന്നും നോട്ടിൽ വരുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ നമ്മളുടെ സെക്കൻഡ് സെമ്മൊക്കെ ആകുമ്പോൾ 3 ഇയർ ആരൊക്കെ ആണെങ്കിൽ ജൂറിസ്പ്രുഡൻസ് ഒക്കെ പഠിച്ചതാ. അവരറിവ് വെച്ചിട്ട് നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻപുട്ട് വരേണ്ട സ്ഥല. ലീഗൽ റിലേഷൻസ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ആണോ? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. അപ്പൊ അതിന് നമുക്ക് ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ടേം ഉണ്ടോ? അതറിയില്ല. ശരി, ഒന്ന് ആലോചിച്ച് നോക്കി. പറഞ്ഞത് കറക്റ്റാ. അതായത് കോൺട്രാക്ട്സ് ആർ ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ പാർട്ടീസ്. ഓക്കെ, കോൺട്രാക്ട്സ് ക്രിയേറ്റ്സ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ബിറ്റ്വീൻ പാർട്ടീസ്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ് ഒബ്ലിഗേഷൻസ് പറയുന്നത്. ഇറ്റ് ക്രിയേറ്റ്സ് ഇറ്റ് ബിറ്റ്വീൻ പാർട്ടീസ്. അതിന്റെ ടേംസ്, ടേംസ് ഓഫ് ഒബ്ലിഗേഷൻ ഈസ് ക്രിയേറ്റഡ് ബൈ ദ കോൺട്രാക്ട് ഇറ്റ്സെൽഫ്. അല്ലെ, കോൺട്രാക്ട് തന്നെയാണ് ഇതിന്റെ ടേംസ് ഉണ്ടാക്കുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനത്തുള്ള കണ്ടീഷൻസിനെയാണ് നമ്മൾ റൈറ്റ് ഇൻ പെർസോണം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ജൂറിസ്പ്രുഡൻസിലൊക്കെ വരുന്ന റൈറ്റ് ഇൻ റം ആൻഡ് റൈറ്റ് ഇൻ പെർസോണം. റൈറ്റ് ഇൻ പെർസോണമാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്, അല്ലെ? 2 പേര് തമ്മിലുള്ള കാര്യമാണ്. റൈറ്റ് ഇൻ പെർസോണമാണ്. ഇറ്റ് ക്രിയേറ്റ്സ് റൈറ്റ്സ് ഇൻ പെർസോണം. ഇതിൽ ഒബ്ലിഗേഷൻ ഈസ് ബിറ്റ്വീൻ പേഴ്സൺസ് ആൻഡ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദിസ് ഒബ്ലിഗേഷൻ ഈസ് ക്രിയേറ്റഡ് ബൈ ദ കോൺട്രാക്ട് ഇറ്റ്സെൽഫ്. കോൺട്രാക്ട് തന്നെയാണ് ഇവർ തമ്മിലുള്ള റൈറ്റ് എന്താണെന്നും ഇവർ തമ്മിലുള്ള ഡ്യൂട്ടി എന്താണെന്നുള്ളതും ഇതിൽ ബ്രീച്ച് സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളതും എല്ലാം തീരുമാനിക്കുന്നത് ആ കോൺട്രാക്ട് തന്നെയാണ്. അപ്പം കോൺട്രാക്ട് ആണ് ഇതിലെ റൈറ്റ്. ഇത് നിങ്ങൾ ചുമ്മാ കഥ എഴുതാം. റൈറ്റ്സ് ഉത്ഭവിക്കുന്നതും കോൺട്രാക്റ്റിലാണ്, അത് അവസാനിക്കുന്നതും കോൺട്രാക്റ്റിലാണ്. മനസ്സിലായി? ഇനി സമയം ക്യാമറ അടിച്ചു പോയി. 1 മിനിറ്റ്. നിങ്ങൾക്ക് സ്ക്രീനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീഡിയോ കാണില്ല. പ്രസന്റേഷൻ കാണാമല്ലോ. കാണാം. പിന്നെ കുഴപ്പമൊന്നുമില്ല. ശരി, അപ്പോ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇൻ റം ആണല്ലേ. ടോട്ട് ഡീൽസ് ഇൻ റൈറ്റ് ഇൻ റം. റൈറ്റ് ഇൻ റം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗുണം എന്താ? റൈറ്റ് ഇൻ റം എന്ന് പറയുമ്പോൾ അതായത് ഈ കോൺട്രാക്ട് അതായത് കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല ഇവിടെ എന്തുണ്ടാവുന്നത്, റൈറ്റ് ഉണ്ടാവുന്നത്. നമ്മുടെ ഇൻഹറന്റ് റൈറ്റ് അല്ലേ ടോർട്ടില്. എന്റെ പറമ്പിൽ ഒരുത്തം കൊണ്ട് വേസ്റ്റ് ഇടുന്നു, ന്യൂസൻസ്, മനസ്സിലായി? അതിനിപ്പോ ഞാൻ അവനോട് കോൺട്രാക്ട് വേണോ? വേണ്ട. എനിക്ക് അവന്റെ പറമ്പിൽ മനസ്സമാനത്തോട് ജീവിക്കണം. അതുപോലെ തന്നെ എന്താണ് നെഗ്ലിജൻസ്. എന്നെ ഒരാൾ ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് ചെയ്യണം. അതിൽ നെഗ്ലിജൻസ് ഉണ്ടാവാൻ പാടില്ല. അതിനിപ്പം ഈ കരാർ എഴുതിയിട്ട് വേണോ, അല്ലെങ്കിൽ എന്നോട് മര്യാദയ്ക്ക് വേണം പെരുമാറാൻ. അപ്പൊ ഇതൊക്കെ ഇൻഹറന്റ് ആയിട്ടുള്ള റൈറ്റ്സ് ആണ്. റൈറ്റ് ഇൻ റമ്മില് പറയുമ്പോൾ റൈറ്റ് അഗൈൻസ്റ്റ് എവരി വൺ ആണ്. ടോർട്ട് ഡീൽസ് വിത്ത് റൈറ്റ്സ് അബൌട്ട് ഇൻഹറന്റ് റൈറ്റ്സ് ഓഫ് എ പേഴ്സൺ എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ ഈ റൈറ്റ് എന്താണ്? ഇൻഹറന്റ് അല്ല, ജനിച്ചപ്പോഴേ കിട്ടിയതൊന്നുമല്ല, കോൺട്രാക്ടിന്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. ഓക്കെ, ആൻഡ് കോൺട്രാക്ട് ഈസ് ഓഫ് എന്ത് നേച്ചർ? ഈസ് ഓഫ് സിവിൽ നേച്ചർ എന്നുള്ളതും ചുമ്മാ എഴുതുക. ഇറ്റ്സ് ഓഫ് സിവിൽ നേച്ചർ. റെമഡി വിൽ ബി ഇൻ ദ ഫോം ഓഫ് എന്താണ്? കോമ്പൻസേഷൻ ആയിരിക്കും ഇവിടുത്തെ റെമഡി എന്ന് പറയുന്നത് എന്നുള്ള കാര്യങ്ങളും എഴുതാം. ഇങ്ങനെയൊക്കെ നമുക്ക് അതിനെ എലാബറേറ്റ് ചെയ്ത് പോകാം. ഓക്കെ, ആ സംഭവം കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ടെസ്റ്റ് ചെയ്തതാണ്. അപ്പൊ ഈ നേച്ചറും ഒബ്ലിഗേഷനും ഒക്കെ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വാക്കുകൾ കാണുമ്പോൾ നേച്ചർ എന്താ? നേച്ചർ എന്ന സ്വഭാവം, എത്തരത്തിലുള്ള സ്വഭാവം. അപ്പൊ അതിൽ ഈ പറഞ്ഞ ഒബ്ലിഗേഷനും റൈറ്റ്സും ഡ്യൂട്ടിയും റൈറ്റ് ആൻഡ് റമ്മും റൈറ്റ് ആൻഡ് പേഴ്സണും ഒക്കെ
നിങ്ങൾക്ക് എഴുതി പോകാവുന്ന കാര്യങ്ങളാണ്. മനസ്സിലായി? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എഴുതാം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അതിനു വേണ്ടി ഞാൻ വേറെ നോട്ടും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോ there should be an intention to create legal obligation. ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ടാകണം. അല്ലാണ്ട് വെറുതെ സോഷ്യലോ ഡൊമസ്റ്റിക്കോ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി വന്നിരിക്കുന്നത് ആകാൻ പാടില്ല എന്നാണ് അവിടെ പറയുന്നത്. ഇനി ശരിക്കും നിങ്ങൾ എക്സാമിന് അവസാന നിമിഷം പഠിക്കുന്നതുകൊണ്ട് ഒഴിവാക്കുന്നതാണോ ഒരു സംഭവം? എന്താണ് ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണോ അതോ വേറും ഡൊമസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണോ എന്നുള്ളത് കണ്ടെത്താൻ ശരിക്കും സബ്ജക്ടിവിറ്റി ടെസ്റ്റ്, ഒബ്ജക്ടിവിറ്റി ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അതെല്ലാം അതിലേക്ക് പോകണ്ട. കാരണം അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് അവിടെ നിന്ന് പോട്ടെ. അപ്പം എന്താണ് ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടാക്കണം എന്നുള്ള ഐഡിയ നമുക്ക് ഉണ്ടാകും. പിന്നെ വരുന്നതാണ് there must be a consensus at idea. അതായത് മീറ്റിംഗ് ഓഫ് മൈൻഡ് ഉണ്ടാകണം. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വിൽക്കുന്ന ആളുകളും വാങ്ങുന്ന ആളുകളും ഒരേ സാധനത്തിനെ പറ്റി ഒരേപോലെ ചിന്തിച്ച് ഒരേ താല്പര്യത്തോടു കൂടി വാങ്ങുന്ന ആളുകളായിരിക്കും. അതാണ് കൺസെൻസസ് അറ്റ് ഐഡിയ. there should be a മീറ്റിംഗ് ഓഫ് മൈൻഡ്. ഓക്കെ, അതൊരു എസെൻഷ്യൽ എലമെന്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ താഴെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾ വായിച്ചു പോയാൽ മതി. ഞാൻ കാറ് ബെൻസ് വിൽക്കാൻ നോക്കുന്നു, മറ്റേ ആള് ഞാൻ അംബാസഡർ വിൽക്കാൻ നോക്കുന്നു, മറ്റോ ബെൻസ് വാങ്ങാൻ നോക്കുന്നു. പക്ഷെ വണ്ടി ഏതാന്ന് കറക്റ്റ് പറയാത്തോണ്ട് വാങ്ങിയപ്പോ സാധനം മാറിപ്പോയി. അപ്പൊ എന്ത് പറ്റും? അതൊരു വാലിഡ് കോൺട്രാക്ട് ആവില്ല എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ. അതൊക്കെ നിങ്ങളുടെ നോട്ടിലുണ്ട്. ഇതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നു. അപ്പൊ കൺസെന്റ് ഓഫ് ദ പാർട്ടീസ്. ഓക്കെ, ഇതിനെ നമുക്ക് പിന്നീട് വളരെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. സെക്ഷൻസ് നേരത്തെ കൊടുത്തിരുന്നു. 12 മുതൽ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. 12 മുതൽ 22 വരെയുള്ള ഏരിയക്കകത്ത് എന്തൊക്കെ സാഹചര്യത്തിൽ കൊടുക്കുന്ന കൺസെന്റുകളാണ് പ്രോപ്പർ അല്ലാത്തത്, ഫ്രീ കൺസെന്റ് അല്ലാത്തതെന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ കൺസെന്റ് ഓഫ് ദ പാർട്ടീസ് ഫ്രീ ആയിരിക്കണം, ജെന്യുവൻ ആയിരിക്കണം. അതൊരു വളരെ ഇമ്പോർട്ടന്റ് എലമാണ്. ഇതിനെ പേടിപ്പിച്ചിട്ടൊന്നും കൺസെന്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ എത്തിച്ചേരത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. കൊയേഷൻ, മിസ്റെപ്രസെന്റേഷൻ, ഫ്രോഡ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റ്റേക്ക് ഇതിലൊന്നും ആകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ there should be a lawful consideration. കൺസിഡറേഷൻ ലോഫുൾ ആയിരിക്കണം. കഞ്ചാവിന് പകരം പൈസ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൺസിഡറേഷൻ അവിടെ ഇല്ലീഗൽ ആയി പോകും. ലോഫുൾ കൺസിഡറേഷൻ ആയിരിക്കണം. ഓക്കെ, ഇവർക്ക് കപ്പാസിറ്റി ടു കോൺട്രാക്ട് ഉണ്ടാകണം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ചു. മെജോറിറ്റി ഉണ്ടാവണം, സൗണ്ട് മൈൻഡ് ആയിരിക്കണം. ഇതിനൊക്കെ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്, നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഇല്ലെങ്കിൽ ഓർമ്മയിലും കുഴപ്പമില്ല, നമുക്കത് പിന്നീട് ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. ഓക്കെ, പിന്നെ ഏറ്റവും അവസാനം പറയുന്നത് എഗ്രിമെന്റ് മസ്റ്റ് നോട്ട് ബി എക്സ്പ്രസ്ലി ഡിക്ലെയർ വോയിഡ് ബൈ ദ കോൺട്രാക്ട് ആക്ട്. കോൺട്രാക്ട് ആക്ടിൽ തന്നെ ചില സാഹചര്യങ്ങളിൽ കോൺട്രാക്ട് വോയിഡ് ആകുമെന്ന് പറയും. ഏലിയൻ എനിമി ആയിട്ടുള്ള കോൺട്രാക്ട് അത് വോയിഡ് ആയി പോകും എന്നുള്ള രീതിയിൽ പറയും. അങ്ങനെയൊക്കെയുള്ള റീസൺസ് പറയും. ബൈ എന്താണ് ലോ വരുമ്പോൾ ചില ലോയുടെ പ്രവൃത്തിയോട് കൂടി ചില കോൺട്രാക്റ്റുകൾ വോയിഡ് ആയി മാറും. ഇപ്പൊ വാറ്റ് നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ വാറ്റിന് വേണ്ടി നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള കോൺട്രാക്റ്റുകളെല്ലാം വോയിഡ് ആയി പോകും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഓക്കെ, എഗ്രിമെന്റ് വിച്ച് സാറ്റിസ്ഫൈസ് ഓൾ ദ എബോവ് കണ്ടീഷൻ ക്യാൻ ഓൺലി ബി എൻഫോഴ്സ്ഡ് ടു കോർട്ട് ഓഫ് ലോ ആൻഡ് ബിക്കംസ് എ കോൺട്രാക്ട്. അല്ലാണ്ട് ഓൾ കോൺട്രാക്ട്സ് ആർ നോട്ട് കോൺട്രാക്ട്സ്. only those agreements which are enforceable by law. ഈ മേളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എഗ്രിമെന്റുകൾ മാത്രമേ കോൺട്രാക്ട് ആയിട്ട് മാറുകയുള്ളൂ. ഇതാണ് നമ്മൾ നോക്കിയ ചോദ്യത്തിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ആണ് നമ്മളിപ്പോ കണ്ടത്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കണ്ട കാര്യങ്ങൾ മാത്രം, ഈ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് കോൺട്രാക്ട് നമ്മൾ സെക്ഷൻ 10 പറയുന്ന കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം. ഓക്കെ, എന്താണ് ഇത്രയും ഈ പറഞ്ഞ സെക്ഷൻ 10 കാര്യങ്ങളെല്ലാം ക്വാളിഫൈ ചെയ്താലേ അതൊരു കോൺട്രാക്ട് എഗ്രിമെന്റ് കോൺട്രാക്ട് ആവുകയുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിർത്താം. അല്ലെങ്കിൽ ഇതിൽ ഓരോ സംഭവങ്ങളും പറയുമ്പോൾ അതിനെ ഡീറ്റെയിലി എക്സ്പ്ലെയിൻ ചെയ്യാം. കൺസെന്റിനെ പറ്റി പറയുമ്പോൾ പറയാം, ലോഫുളിനെ പറ്റി പറയുമ്പോൾ പറയാം, വോയിഡിനെ പറ്റി പറയുമ്പോഴും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയുള്ള സെക്ഷൻസിൽ നമ്മൾ പഠിക്കുന്നതിനെ എടുത്ത് ഇവിടെ വീണ്ടും മെൻഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള മാർക്സിന് വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും നോക്കി വെച്ചോളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ആ ഒരു 15 മാർക്കിന്റെ ചോദ്യമായി. ഇപ്പൊ ഇത് ആർക്കെങ്കിലും ബോറിംഗ് ആയിട്ടോ ബുദ്ധിമുട്ടായിട്ടോ മറ്റോ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മനസ്സിലാവായികയോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? സാറ് കോളേജില് സാറിനെ മിസ് ചെയ്യുന്നുണ്ട്. അത് പോട്ടെ, ഇത് പഠിപ്പിച്ച കാര്യങ്ങള് ക്ലിയർ ആയിട്ട് ഇപ്പൊ മനസ്സിലായോ? കോളേജിൽ പഠിച്ചതിനേക്കാളും നന്നായിട്ട് മനസ്സിലായി. ഓക്കെ ഓക്കെ. റെക്കോർഡഡ് വെർഷൻ തരുമോ സാറേ? റെക്കോർഡ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ഇതിപ്പോ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഓടിച്ചിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാണ്. നമുക്ക് ഇതിന്റെ അകത്തും പഠിക്കാൻ പറഞ്ഞല്ലോ, സബ്ജക്ടിവിറ്റി ടെസ്റ്റ്, സബ്ജക്ടിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ എക്സാമിനൊന്നും അത് ഒരിക്കലും ചോദിക്കത്തില്ല. പക്ഷെ അതൊക്കെ ഒരു പ്രാക്ടിക്കൽ ലൈഫിന് വേണ്ടിയിട്ട് അറിയുന്ന കാര്യങ്ങൾ, അതൊക്കെ പോയി. അപ്പം ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന ഒരു 15 മാർക്കിനുള്ള ചോദ്യം നമ്മൾ ആൻസർ ചെയ്തു.
അതിന് പിന്നെ അങ്ങോട്ട് പഠിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് നോളജുകളും ഓഫർ മുതൽ വോയിഡബിലിറ്റി വരെയുള്ള കൺസെപ്റ്റുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളൊരു ജോലിയാണ് നമുക്കുള്ളത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യമേ തന്നെ പഠിക്കാൻ പോകുന്നത് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ഇന്ന് നമ്മൾ ഓഫറിനെ ഡീൽ ചെയ്തു. ഓഫറിന് തന്നെ പറയുന്നതിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പറയുന്നത്. ഓക്കെ, ഓഫറിന്റെ ഡെഫിനിഷൻ ഇതിന് ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ലേ? ഓഫറിന്റെ ഡെഫിനിഷൻ നമ്മൾ ആദ്യമേ തന്നെ നോക്കി. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യം, ഈ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഫില്ലർ ആയിട്ട് ഇത് നിറയ്ക്കാം. അതാണ് അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഓഫറിന്റെ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ അക്സെപ്റ്റൻസിന്റെ ഡെഫിനേഷനും തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോർ അടുപ്പിക്കുന്നില്ല. അപ്പൊ ഈ ഓഫറുകൾ ആർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. ഒരുപാട് തരത്തിലുള്ള ഓഫറുകളുണ്ട്. അതിൽ ഒരു തരമാണ് എക്സ്പ്രസ് ഓഫർ ആൻഡ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി. എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അല്ല, എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞാൽ ഓഫർ എക്സ്പ്രസ്ഡ് ബൈ വേർഡ്സ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞത് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ്സ്. ഇറ്റ് ക്യാൻ ബി ഇത് റിട്ടൺ ഓർ സ്പോക്കൺ എന്നുള്ളതാണ്. ഓഫർ എന്താണ്? വെൻ ഓഫർ ഈസ് മെയ്ഡ് ബൈ എക്സ്പ്രസ് കമ്മ്യൂണിക്കേഷൻ, അപ്പൊ അതിന് എക്സ്പ്രസ് ഓഫർ എന്ന് പറയാം. അപ്പൊ എക്സ്പ്രസ് കമ്മ്യൂണിക്കേഷൻ എന്താ? എക്സ്പ്രസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ദ എക്സ്പ്രഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് മെയ്ഡ് either in words, it is on written or oral format എന്നുള്ളതാണ്. പറയുന്നതോ എഴുതിയതോ ആയിട്ടുള്ള ഫോർമാറ്റിൽ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ വാക്കുകൾ കൊണ്ട് അതിന് നമ്മൾ എന്തെന്ന് പറയും? എക്സ്പ്രസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഓക്കെ, വേറാസ് നോട്ട് കമ്മ്യൂണിക്കേറ്റഡ് എക്സ്പ്രസ്ലി. ഓക്കെ, എക്സ്പ്രസ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒന്നല്ല. ബട്ട് എന്താണ്? കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ബൈ കണ്ടക്ട് or by circumstances of the case, it is called implied offer. ടോട്ടലൊക്കെ പഠിക്കത്തില്ല ഇംപ്ലൈഡ് കൺസെന്റ്. അതായത് ഒരു പ്രവൃത്തി, അയാളുടെ പ്രവൃത്തിയിൽ നിന്ന് അല്ലെങ്കിൽ ആ സർക്കംസ്റ്റൻസിൽ അയാളുടെ കണ്ടക്ട്, അയാളുടെ പ്രവൃത്തിയിൽ നിന്ന് അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓഫറുകളെയാണ് നമ്മൾ ഇംപ്ലൈഡ് ഓഫർ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഈ ഓപ്ഷനിൽ മേക്ക് ചെയ്യുന്ന ഓഫറുകൾ, ഓപ്ഷനിൽ കൈ വെക്കുന്ന ഓഫറുകൾ, അത് നമ്മൾ ഓപ്ഷനിൽ കൈ വെക്കുമ്പോൾ വി ആർ മേക്കിംഗ് ആൻ ഓഫർ എന്നുള്ളതാണ് നമ്മൾ കാണുക. അതിൽ ആ ഒരു ആക്ഷൻ ഒരു ഓഫർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ബുഫേ സിസ്റ്റത്തിൽ ഫുഡ് കൊടുക്കുന്ന സ്ഥലം, ഒരിടത്ത് പോയിട്ട് നമ്മൾ തോന്നിയ പോലെ കുറെ ഫുഡൊക്കെ എടുത്ത് തിന്നുന്നു. ആ തിന്നുമ്പോ അവരുടെ ഐഡിയ എന്ന് പറയുന്നത് ഇപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് പേ ചെയ്യുന്ന സിസ്റ്റം എന്ന് വിചാരിച്ചോ. നമ്മൾ അവിടെ നിന്ന് കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മളിപ്പോ ബുഫേ വേണ്ട, നമ്മളിപ്പോ കടയിൽ പോയി ആദ്യമേ കഴിക്കുന്നു, കഴിച്ചിട്ടായിട്ട് പോയിട്ട് പൈസ കൊടുക്കുന്നത്. അപ്പൊ കടക്കാരന്റെ മൈൻഡിൽ എന്താണ്? നമ്മളവിടെ കഴിക്കാൻ ഇരുന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്നില്ലേ? അതൊരു ഇംപ്ലൈഡ് ഓഫറാണ്. എന്ത് ഓഫർ? ഞാൻ 2 ഇഡലി പറഞ്ഞു, ഇഡലി 15 രൂപയാണ്, അപ്പൊ 2 ഇഡലി കഴിച്ച് കഴിയുമ്പോൾ 30 രൂപ കൊടുക്കും എന്നുള്ള ഇംപ്ലൈഡ് ഓഫറാണ്. അയാൾ പോയിട്ട് ഞാൻ 15 ഇഡലി തിന്നട്ടെ 15 രൂപയ്ക്ക് എന്ന് സംസാരമൊന്നുമില്ല. ആ കണ്ടക്റ്റിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓഫർ മനസ്സിലാക്കാം. അതാണ് ഇംപ്ലൈഡ് ഓഫർ. നമ്മൾ കടയിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു? ഫുഡ് കഴിച്ചിട്ട് അവസാനം ബില്ല് കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഇംപ്ലൈഡ് ഓഫർ. അവസാനം പോയിട്ട് പറയാം, ചേട്ടാ 2 ഇഡലി സാമ്പാർ. ഈ സാധനം ഇംപ്ലൈഡ് ഓഫറാണ് അല്ലെ? അല്ലാണ്ട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നുണ്ട് അവിടെ. ഞാൻ ഇഡലി ഇത്ര രൂപയ്ക്ക് വാങ്ങിക്കോട്ടെ, ഞാൻ ഇത്ര രൂപ, അതൊന്നുമില്ല. അതിൽ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ കൂടെ നമ്മൾ സാധനം ഇതൊക്കെ ചിലപ്പം സപ്പോസ് എന്തെങ്കിലും ചോദിച്ച് തള്ളാൻ എന്തെങ്കിലും കണ്ടക്ട് ആണെങ്കിൽ ഇതൊക്കെ എഴുതാം. പ്രാക്ടിക്കൽ ലൈഫ് ആപ്ലിക്കേഷൻസ് എഴുതാം. ഒരു സൂപ്പർ ഫ്രീ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോയിട്ട് സാധനം എടുത്തുകൊണ്ട് പോയിട്ട് ക്യാഷറിനെ കൊണ്ട് കൊടുക്കുന്നു. മനസ്സിലായോ? ആ ഒരു കണ്ടക്ട് സാധനം എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നു. സെൽഫ് സർവീസുകൾ എല്ലാം തന്നെ എന്തിന്റെ അടി കൊണ്ടുവരാം? ഇംപ്ലൈഡ് ഓഫറിന്റെ അടി കൊണ്ടുവരാം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ ഇംപ്ലൈഡ് ഓഫറിന്റെ ഒരു കേസ് ലോയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, RDC വേഴ്സസ് പവൻ എന്നുള്ളതാണ് കേസ് എന്ന് പറയുന്നത്. അപ്പൊ ഒപ്റ്റോൺ ഫയർ ബ്രിഗേഡ് RDC അങ്ങനെയാണ് അത് കിടക്കുന്നത്. എന്തായാലും RDC വേഴ്സസ് പവൻ എന്നുള്ള രീതിയിൽ പഠിക്കാം. ഇവിടെ ഇംപ്ലൈഡ് ഓഫറിന്റെ ഒരു കേസിലോ ആണ് ഈ കിടക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും ഇംപ്ലൈഡ് ഓഫറായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും പഴയ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അപ്പം ഇംപ്ലൈഡ് ഓഫറാണ് RDC വേഴ്സസ് പവർ എന്ന് പറയുന്ന ഇംപ്ലൈഡ് ഓഫറിന്റെ ഒരു എന്താണ് കേസിലോ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി പോയിക്കോളാം. അപ്പൊ ഈ കേസ് ലോയിൽ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത് വായിച്ച സമയം കളയെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ചാൽ മതി. ഒരാളുടെ ഫാമിൽ തീപിടുത്തുണ്ടാവും. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? ഈ ഫയർ അണയ്ക്കുക എന്നുള്ളതാണ് ഈ ബ്രിഗേഡിന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഒപ്റ്റോൺ ഫയർ ബ്രിഗേഡിന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ അണയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു പർട്ടിക്കുലർ സ്ഥലത്തിലുള്ള എല്ലാവരും തീ അടയ്ക്കുന്ന ഇവർ ഫ്രീ ഓഫ് കോസ്റ്റിന് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ ഇവര് വന്നിട്ട് ഇത് ഫ്രീ ആയിട്ട് ചെയ്തോളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തോളൂ, ഇവരെ ഫോൺ വിളിച്ചിട്ട് ഇവിടെ തീ കത്തി കിടക്കാന്ന് പറഞ്ഞു. അവന്മാർ വന്ന് തീ അണച്ചു. തീ അണച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നു, ഇത് ഞങ്ങളുടെ ജുറിസ്ഡിക്ഷനിൽ ഉള്ളതല്ല, ഞങ്ങളുടെ ജുറിസ്ഡിക്ഷന് പുറത്തുള്ളതാണ്, ഇവിടെ പണിയെടുത്തിന് പൈസ തരണം എന്ന് അവര് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ല വിളിച്ചത്, ഞാൻ നിങ്ങളെ ഫ്രീ ആയിട്ടാണ് വിളിച്ചത്, പൈസ തരാം. ഇതൊരു ഇംപ്ലൈഡ് കൺസെന്റ്, ഈ ഇംപ്ലൈഡ് ഓഫറിന്റെ ഒരു പ്രധാനമായിട്ടുള്ള കേസാണ്. ഈ കേസിലാണ് ആദ്യമായിട്ട് ഇതൊക്കെ വലിയ ഡിസ്കഷൻ ആവുന്നത്. ഞാനിത് ഫ്രീ ആണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചു വരുത്തില്ലായിരുന്നു എന്ന് ഇയാൾ വാദിച്ചു. ഇതിനകത്താണ് ഏറ്റവും അവസാനം കോടതി ഈ കാര്യം പറഞ്ഞത്.
ഓക്കെ, ദ ട്രൂത്ത് ഓഫ് ദ മാറ്റർ ഈസ്, ഇതിന്റെ സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫൻഡന്റ് വാണ്ടഡ് ദ സർവീസ് ഓഫ് അപ്ടൺ അല്ലെങ്കിൽ ഈ ബ്രിഗേഡ്, ഈ ഫയർഫോഴ്സിന്റെ സഹായം ആർക്ക് വേണമായിരുന്നു? ഇയാൾക്ക് തീ അണയ്ക്കാൻ വേണമായിരുന്നു. അതാണ് ഇതിലെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. ഓക്കെ, ആ സർവീസ് ഇയാൾ ചോദിച്ചു, വന്ന് തീ അടച്ചു തരുമോ എന്നുള്ള സർവീസും ഇയാൾ ചോദിച്ചു. ഓക്കെ, ആ സർവീസും ചോദിച്ചു. ആൻഡ് ഇൻ റെസ്പോൺസ് ടു ദാറ്റ് റിക്വസ്റ്റ് പ്രൊവൈഡഡ് സർവീസ്, അതിന് ഇവർ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇവിടെ സർവീസ് വെയർ റെൻഡേർഡ് ആൻഡ് ഇംപ്ലൈഡ് പ്രോമിസ് ടു പേ ഫോർ, ഇവിടെ സർവീസ് കൊടുക്കുകയും ചെയ്തു. ഇതിലൊരു ഇംപ്ലൈഡ് സർവീസ്, ഇവർ ചെയ്യുന്ന പണിക്ക് പൈസ കിട്ടും എന്നുള്ള ഇംപ്ലൈഡ് കൺസെപ്റ്റ് ഇവിടെ നിലനിൽക്കുന്നുമുണ്ട്. അപ്പൊ ഞാനൊരു ഹോട്ടലിൽ നടന്നത്, ഇപ്പൊ അതിനുശേഷമാണ് ഈ പുതിയ കൺസെപ്റ്റുകളും ആൾക്കാരൊക്കെ ഇത്തരത്തിൽ കഴിച്ചിട്ട് പൈസ തന്നാൽ മറ്റുള്ള കൺസെപ്റ്റ് ഒക്കെ തുടങ്ങുന്നത് തന്നെ അതുകൊണ്ടാണ്. എന്താണ്, ഒരുത്ത ഹോട്ടലിൽ നിന്ന് കഴിക്കുകയാണ്, ഫുഡ് കഴിച്ചിട്ട് പറയണം പൈസ തരണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ പറ്റുമോ? അങ്ങനല്ല എന്റെ കാര്യം. അപ്പൊ നീ ഫുഡ് കഴിച്ചു, നിനക്ക് ഫുഡ് വേണമായിരുന്നു, നീ ഫുഡ് എന്നോട് ചോദിച്ചു, ഞാൻ തന്നു, ഞാൻ പൈസ ചോദിക്കുമ്പോ നീ എന്ത് ചെയ്യണം? നീ ആ പൈസ തരണം. കാരണം എന്താണ്, നീ ആ ഫുഡ് നിനക്ക് ആവശ്യമുള്ള സാധനം ഇവിടെ ചോദിച്ചു വാങ്ങുന്നു എന്നുള്ളത് തന്നെ ഇപ്പൊ ഞങ്ങൾ സർവീസ് തരികയാണ്, അതിന് നീ പൈസ തരും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ചിലപ്പോൾ അത് ഞങ്ങൾ ഒരു ഓഫറിന് ഫ്രീ ആയിട്ട് തരും, ചിലപ്പോൾ ഫ്രീ ആയിട്ട് തരാണ്ടിരിക്കും. അതൊക്കെ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് എന്നുള്ള സംഭവമാണ് നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ കേസിലാണ്. ഓക്കെ, ഇംപ്ലൈഡ് കൺസെന്റ് എന്നുള്ള സാധനം, നമ്മളൊരു സാധനം ചോദിക്കുന്നു, അത് അപ്പുറത്തൊരാൾ ചെയ്തു തരുന്നു. അപ്പൊ ചെയ്തു തരുമ്പോൾ നമുക്ക് ആ സർവീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടെ നമ്മൾ സർവീസ് ചോദിച്ചു വാങ്ങിയതാണെങ്കിൽ ഇതെന്താണ്, ഇതൊരു ഓഫർ മേക്ക് ചെയ്തിട്ടുണ്ട്, അതൊരു ഇംപ്ലൈഡ് ഓഫർ ആണ്, നിങ്ങളുടെ സർവീസ് എനിക്ക് ആവശ്യമുണ്ടെന്നുള്ള ഇംപ്ലൈഡ് ഓഫർ ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, സംഭവം മനസ്സിലായോ? കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കണ്ട, ഇത് എങ്ങനെ എഴുതി കൊടുത്താൽ മതി. RDC പവർ എഴുതി കൊടുത്താൽ മതി. പിന്നെ ലൈഫിൽ എന്താണ് ഈ എക്സാമ്പിൾസ് ഒക്കെ, ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പൈസ കൊടുക്കണം എന്നുള്ള സാധനം എഴുതി കൊടുക്കാം. മനസ്സിലായോ? റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ അതൊക്കെ എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ എല്ലാവരും എഴുതുന്ന എക്സാമ്പിൾ എന്താ, ഓപ്ഷന് പോയിരുന്ന് കൈ വെക്കുന്നു, അതെല്ലാവരും എഴുതുന്ന എക്സാമ്പിളാണ്. ബി ക്രിയേറ്റീവ്, സംടൈംസ് ബി ക്രിയേറ്റീവ്. ഒരു ആൻസർ ഷീറ്റ് നോക്കുന്ന ആളുകൾ ഇവരുടെ തലയിൽ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നട്ടെ, അപ്പൊ അയാൾ ചിന്തിക്കാത്തൊരു സാധനം നമ്മൾ ചിന്തിച്ചു എന്നൊക്കെ തോന്നുന്നത്, ലൈക്ക് ഒരേ സാധനം മെക്കാനിക്കലി നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് റിഫ്രഷ് ചെയ്യാനുള്ള സംഭവമായിരിക്കും. മനസ്സിലായോ? കാരണം എല്ലാവരും ഇപ്പൊ ഒരു ഗൈഡ് നോക്കുന്നു, അതിലെ കാര്യം കാണാണ്ട് പിടിച്ചത് അങ്ങനെ എഴുതി പോകുന്നു എന്ന് പറയുമ്പോൾ വളരെ മെക്കാനിക്കലാണ്. മാർക്കിങ് ഭയങ്കര മെക്കാനിക്കല. മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുക്കുക. മനസ്സിലായി? ഞാൻ നമ്മൾ കുറെ എൻ്റെ കയ്യിലുള്ള കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനം പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ എന്തെങ്കിലും ചെയ്യാം. അപ്പം എക്സ്പ്രസ് ഇംപ്ലൈഡും ഓക്കെ ആണേ, മുന്നോട്ട് പോട്ടെ. ഇനി അടുത്ത വരുന്നതാണ് സ്പെസിഫിക് ഓഫർ ആൻഡ് ജനറൽ ഓഫർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഓക്കെ, സ്പെസിഫിക് ഓഫർ ആൻഡ് ജനറൽ ഓഫർ. ഇതായത് ആദ്യ കാലങ്ങളിൽ ഓഫറിൽ നേരിട്ടുകൊണ്ടുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഓഫർ ഷുഡ് ബി സ്പെസിഫിക്. മനസ്സിലായി? ഓഫർ ഒരാളിലേക്ക് ആയിരിക്കണം, ഞാൻ ഒരാളടുത്ത് ചോദിച്ചായിരിക്കണം അവ അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ തന്നെയാണ് വേറെ കുറെ കാലങ്ങളും ജഡ്ജിമാറുകളും ജൂറിസ്റ്റുകളും കൊണ്ടുപോകുന്നത്. ഇതിന്ന് പിന്നീടാണ് ശരിക്കും ഈ ജനറൽ ഓഫർ എന്ന് പറയുന്ന കൺസെപ്റ്റ് പിന്നീട് ഉണ്ടായി വന്ന ഒന്നാണ്. ആദ്യമേ ആൾക്കാർ പറഞ്ഞിട്ട് അവനോട് ചോദിച്ചില്ല, അവനോട് ഒരാളുടെ ഓഫർ മേടിക്കാണ്ട് പിന്നെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്ര ലിമിറ്റഡ് ആയിട്ടുള്ള ചിന്തയായിരുന്നു ആദ്യമേ മനുഷ്യനുണ്ടായിരുന്നത്. പിന്നീടാണ് അതിന്റെ കൺസെപ്റ്റ് മാറുക. എന്നാൽ അതിലേക്ക് വരാം. When an offer is made to a definite ascertained person, it is a specific offer. ഞാൻ ഒരാളോട്, ഞാൻ ഇപ്പൊ ഐഡിയനോട് ചോദിക്കുകയാണ്, എന്റെ വണ്ടി വാങ്ങാൻ തയ്യാറാണോ? അപ്പൊ ഞാൻ ഐഡിയനോട് വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത്. സിമ്പിൾ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത്. അപ്പം ഈ ഓഫറിന്റെ പ്രത്യേകത എന്താ? ഐഡിയക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാം, ഐഡിയക്ക് മാത്രമേ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ബെനിഫിറ്റ് അതിന്റെ അകത്തുണ്ട്. ഓക്കെ, ഐഡിയക്ക് മാത്രമാണ് അത് അക്സെപ്റ്റ്. ഇപ്പം വേറെ അപ്പുറത്തിരിക്കുന്ന സിദ്ദീഖ് അപ്പുറത്തിരിപ്പുണ്ട്. സിദ്ദീഖ് ഇത് പറഞ്ഞിട്ട് അടുത്ത ദിവസം, സാർ ഇന്നലെ ഐഡിയ എടുത്ത് ചോദിച്ചില്ലായിരുന്നു 5 ലക്ഷം രൂപയ്ക്ക് വണ്ടി വിൽക്കാന്ന്, ഞാൻ വാങ്ങാൻ തയ്യാറാന്ന് പറഞ്ഞത് ഞാനും സിദ്ദീഖിനെ പോടാന്ന് പറഞ്ഞോളൂ, നിന്നോട് ആരാ ഓഫർ മേക്ക് ചെയ്തത്? ദിസ് വാസ് എ സ്പെസിഫിക് ഓഫർ ഡയറക്റ്റഡ് അറ്റ് ഐഡ. നിനക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നീ വന്ന് ചോദിച്ചില്ലേ, അത് വേണമെങ്കിൽ ഞാൻ ഓഫർ ആയിട്ട് എടുക്കാം. നീ വന്ന ഓഫറാണ് 5 ലക്ഷം രൂപയ്ക്ക് വണ്ടി വാങ്ങിക്കോട്ടെ, ഞാൻ തരുന്നില്ല എന്ന് പറഞ്ഞ് സിദ്ദീഖിനെ പറഞ്ഞു വിടും. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എഴുതുക, സ്പെസിഫിക് ഓഫർ എടുത്ത് അങ്ങോട്ട് എഴുതുക. സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞാൽ ഓഫർ ഡയറക്റ്റഡ് അറ്റ് സർട്ടൻ അല്ലെങ്കിൽ സർട്ടൻഡ് പേഴ്സൺ, ഒരു കറക്റ്റ് ആൾക്ക് നമ്മൾ കൃത്യമായിട്ട് കൊടുത്ത ഓഫർ. ആൻഡ് ദെൻ ഇറ്റ് ക്യാൻ ഓൺലി ബി അക്സെപ്റ്റ് ബൈ ദാറ്റ് പേഴ്സൺ. ആ പേഴ്സണ് മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. വളരെ പിന്നെ ഇതിന് ശേഷം ഉണ്ടായി വന്നൊരു കൺസെപ്റ്റാണ് ജനറൽ ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എന്താണ്, ഇൻഡസ്ട്രിയലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ബിസിനസ് മാർക്കറ്റ് ഭയങ്കര വലുതാണ്. അപ്പൊ ഈ അഡ്വർടൈസ്മെന്റ് ഒക്കെ കറങ്ങി നടക്കാൻ തുടങ്ങി. ഓക്കെ, അതുപോലെ തന്നെ ഉള്ള സംഭവങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കാണ് ഈ ജനറൽ ഓഫർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കയറി വരുന്നത് എന്ന് പറയുന്നത്.
ജനറൽ കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ? കാർലിൽ വേഴ്സസ് കാർബോളിക്, ഹാരൽനാൾ വേഴ്സസ് ടെറല്ല. അത് രണ്ടും എല്ലാ ബുക്കിലുള്ള കോമൺ ആയിട്ടുള്ള കേസാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. അപ്പം ഇതിലൊരു എന്താണ് ഈ ഒരു സംഭവം എഴുതി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, ഇവിടെ ഞാൻ കൊടുത്തിരുന്നൊരു കാര്യം എഴുതി കഴിഞ്ഞാൽ അതിലൊന്ന് പറയാം. ജനറൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിന് ജനറൽ ആയിട്ട് നമ്മൾ മേക്ക് ചെയ്യുന്ന ഓഫറുകളെയാണ് നമ്മൾ ജനറൽ ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അറിഞ്ഞ ആർക്ക് വേണമെങ്കിലും ഇത് അക്സെപ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ പറയണേ, ഞാൻ പബ്ലിക്കലി പറയാണ്, എന്റെ കളഞ്ഞു പോയ വണ്ടി കണ്ടുപിടിച്ചുകൊണ്ട് തരുന്നവന് ഞാൻ 50,000 രൂപ കൊടുക്കും. ഇത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ നിങ്ങൾ എല്ലാവരും തമ്മിൽ കോൺട്രാക്ട് ഉണ്ടാക്കുമോ? നിങ്ങൾ എല്ലാവരും തമ്മിൽ കോൺട്രാക്ട് ഉണ്ടാവില്ല. കോൺട്രാക്ട് ആരുമായിട്ട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അത് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് അതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളായിട്ട് മാത്രമേ കോൺട്രാക്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഈ ഓഫർ മേക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാം. പണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അത് അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ പ്രോമിസ് ആയി, പിന്നെ എഗ്രിമെന്റ് അയച്ചു. പക്ഷെ അങ്ങനല്ല, ഇതൊരു കണ്ടീഷൻ അല്ലേ. ഞാൻ പറയുന്നതാണ്, നിങ്ങൾ എന്നെ വണ്ടി കണ്ടുപിടിച്ചുകൊണ്ട് വരൂ എന്നാണ് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാം എന്നും പറഞ്ഞ് ഞാൻ എല്ലാവരുമായിട്ട് കോൺട്രാക്റ്റിലായോ? ഇല്ല. ആ സാധനം കൊണ്ടുവരുന്നതിനായിട്ട് മാത്രമേ ഞാൻ കോൺട്രാക്റ്റിലാവുള്ളൂ. അത് വളരെ ലേറ്റർ ആണ് ഈ പറയുന്ന ഡെഫിനിഷൻ. അപ്പൊ അതാണ് കൊടുത്തിരിക്കുന്നത്. ദ മോഡേൺ പൊസിഷൻ ഈസ് ദാറ്റ് ആൻ ഓഫർ മേ ബി മെയ്ഡ് അറ്റ് വേൾഡ് അറ്റ് ലാർജ്. ലോകത്തിന് മൊത്തത്തിൽ നമുക്കൊരു ഓഫർ കൊടുക്കാം. ബട്ട് ദ കോൺട്രാക്ട് ഈസ് നോട്ട് വിത്ത് ഓൾ ദ വേൾഡ്. കോൺട്രാക്ട് പക്ഷെ ലോകത്തിന് മൊത്തത്തിൽ നമുക്ക് ആവുന്നില്ല. കോൺട്രാക്ട് ഈസ് മെയ്ഡ് ഓൺലി വിത്ത് ദ പേഴ്സൺ ഹു കംസ് ഫോർവേഡ് ആൻഡ് പെർഫോംസ് ദ കണ്ടീഷൻസ് ഓഫ് ദ പ്രോമിസ്. അപ്പം മുന്നോട്ട് വന്ന് ആ കണ്ടീഷൻസ് പെർഫോം ചെയ്യുന്ന ആളുമായിട്ട് മാത്രമേ എന്താവുന്നുള്ളൂ, കോൺട്രാക്റ്റിൽ ഏർപ്പെടും. അപ്പൊ അത് ഓർത്തിരിക്കുക. ഓഫർ പബ്ലിക്കേറ്റ് ലാർജ് ആണ്, ആക്സെപ്റ്റൻസിനും പബ്ലിക്കേറ്റ് ലാർജ് ആണ്. പക്ഷേ കോൺട്രാക്ട് ആവുന്ന ആരുമായിട്ട് മാത്രമായിരിക്കും, അത് പെർഫോം ചെയ്യുന്നതിനായിട്ട്, അത് ചെയ്തു തീർക്കുന്നതിനായിട്ട് മാത്രമേ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. വണ്ടി കൊണ്ടുവരുന്നതിന് പൈസ കൊടുത്താൽ മതി. ഇത് അക്സെപ്റ്റ് ചെയ്തവന്മാർക്കെല്ലാം ഞാൻ പൈസ കൊടുക്കണോ? വേണ്ട. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? അങ്ങനെ കോടതി പിന്നീടാണ് ഇത് കണ്ടെത്തിയത്. ശരിയാണ്, ഇങ്ങനൊരു പൊസിഷൻ ഉള്ളപ്പോൾ അത് കൊണ്ടുവരുന്നതിന് മാത്രം പൈസ കൊടുത്താൽ പോരെ. അപ്പൊ എന്തുകൊണ്ട് ജനറൽ ഓഫർ ആക്കിക്കൂടാ? ജനറൽ ഓഫർ ആക്കാം എന്ന് കോടതി പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിനുശേഷമാണ് എന്താണ്, ആൻ ഓഫർ നീഡ് നോട്ട് ബി മെയ്ഡ് ടു an ascertain person but no contract can arise until it has been accepted by an ascertain person. അവിടെ നിൽക്കട്ടെ. ന്യൂസ് പേപ്പർ ആഡ്, റിവാർഡിംഗ് പാംപ്ലെറ്റ്, മനസ്സിലായോ? ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുക്കുന്നതും അതുപോലെ തന്നെ എന്താണ്, കളഞ്ഞുപോയ മകനെ തിരിച്ചു കണ്ടുപിടിക്കുന്നവർക്ക്, കളഞ്ഞുപോയ വണ്ടി കണ്ടുപിടിച്ചിരുന്നവർക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഓഫറുകൾ, അതൊക്കെ ജനറൽ ഓഫറിന്റെ എക്സാമ്പിളുകളാണ്. ഇനി ഇതിൽ ഈ രണ്ട് കേസുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബാൾ കോർപ്പറേഷൻ. ഇതൊക്കെ നമുക്ക് ഒരുപാട് ഇതൊക്കെ LLM-ന് പോകുമ്പോൾ പോലും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള കേസാണ്. കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബാൾ കോർപ്പറേഷന്റെ കേസ് എന്ന് പറയുന്നത്. ഹരൻലാൽ ചരൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലാസിക് കേസാണ്. എന്താണ്, കാണാണ്ട് പോയ മകനെ കണ്ടുപിടിച്ചുകൊണ്ട് തരുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസാണ്. അതായത് വളരെ എളുപ്പം നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകും. വെറുതെ ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. പക്ഷെ ഇത് കാർലിൽ വേഴ്സസ് കാർബോളിക് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഇത് അഡ്വർടൈസ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. ഒരാള് എന്ത് ചെയ്യുന്നതാണ്, ഈ കാർബോളിക് സ്മോക്ക് ബാൾ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനി, ഇവന്മാർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർ പത്രത്തിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കും. എന്താണ്, ഇവന്മാരുടെ സ്മോക്ക് ബാൾ, ഇവന്മാരുടെ ഒരു സാധനം പ്രോഡക്റ്റ് ഉണ്ട്, ഇത് ഉപയോഗിച്ച് ആർക്കെങ്കിലും പനി വരികയാണെങ്കിൽ, ഓക്കെ, അപ്പൊ അവിടെ നാട്ടിൽ മൊത്തം പനി, അപ്പൊ പനിക്ക് മെഡിസിൻ എന്നുള്ള രീതിയിലാണ് ഇവന്മാർ സാധനം ഇറക്കുന്നത്. ഇത് ഉപയോഗിച്ചുള്ള ആർക്കെങ്കിലും ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ, കോൾഡ് ഓർ എനി ഡിസീസ് വരികയാണെങ്കിൽ ഞങ്ങൾ അവർക്ക് എന്താണ് $100 കൊടുക്കും. ഞങ്ങൾ ഇവന്മാർക്ക് എന്ത് ചെയ്യും, $100 കൊടുക്കും എന്ന് ഇവന്മാർ പറഞ്ഞു. മനസ്സിലായോ? ആൻഡ് പിന്നെ അതിന്റെ കൂടെ പറയുകയും ചെയ്തു എന്താണ്, $1000 ഡെപ്പോസിറ്റ് ഈ ബാങ്കിൽ ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ അത്രയും ഇൻട്രസ്റ്റ് വന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ 1000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. പ്ലെയിന്റിഫ് എന്ത് ചെയ്തു, ഈ സ്മോക്ക് ബോൾ ഉപയോഗിച്ചു. അവർ പറഞ്ഞ ഡയറക്ഷൻസ് ഒക്കെ അനുസരിച്ച്, പക്ഷെ അവന് പനി വന്നു. ഓക്കെ, അപ്പൊ ഇവന് ഈ കോമ്പൻസേഷൻ എമൗണ്ട് കിട്ടും എന്ന് കോടതി പറഞ്ഞു. ഇത്രയാണല്ലോ നിങ്ങൾക്ക് എക്സാമിൽ നിങ്ങൾ എഴുതുക, ഇത് തന്നെ ആയിരിക്കും ചോദിക്കുക. അപ്പൊ ഇവന് എന്താണ് അസുഖമുണ്ട്, ഇവന്റെ ബോൾ ഉപയോഗിച്ചു, അതിനുശേഷം ഇവന് അസുഖം വരികയും ചെയ്തു. അപ്പൊ ഇവൻ പോയിട്ട് കോമ്പൻസേഷൻ ചോദിച്ചു, ഇവന് കോമ്പൻസേഷൻ കൊടുത്തു. ഇനി ഇതിനെ തന്നെ പല പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ഉത്തരങ്ങളായിട്ട് നമുക്ക് എഴുതി പോകാൻ പറ്റും. ഓക്കെ, അതായത് ഇവര് പറഞ്ഞു ഞങ്ങൾ എന്താണ് ഈ കേസിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചുമ്മാ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഒരു മിനിറ്റ്, എന്റെ സ്ക്രീനിൽ ചെറിയ പ്രശ്നം.
എന്റെ സ്ക്രീൻ എനിക്ക് ഡ്രോ ചെയ്യാൻ സാധിക്കുന്നില്ല, അപ്പോ കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പം കാർലിൽ വേഴ്സസ് കാർബോളിക് കോർപ്പറേഷൻ എന്ന് പറഞ്ഞു, കാർബോളിക് സ്മോക്ക് ബോൾ കോർപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന എന്തിന്റെ എക്സാമ്പിൾ ആണ്? ജനറൽ ഓഫറിന്റെ എക്സാമ്പിൾ ആണ്. ജനറൽ ആയിട്ട് പത്രത്തിൽ കൊടുത്തിരിക്കുകയാണ് എന്ത്, നിങ്ങൾ ഈ സാധനം ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിനുശേഷം പനി വന്നു കഴിഞ്ഞാൽ ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. അതിലെന്ത് ചെയ്തു? അത് ഉപയോഗിച്ച ശേഷം പനി വന്ന ഒരാൾ കൊണ്ടുപോയി കേസ് കൊടുത്തപ്പോൾ ഇയാളെ കോമ്പൻസേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം കോടതിയിൽ പറയുകയും ചെയ്തു. ഇതാണ് അവിടെ സംഭവിച്ചിരുന്ന കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് സാധാരണഗതിയിൽ വേണ്ടി വരാറില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണെന്ന് പറയാം. ഇതിലെ ആർഗ്യുമെന്റ് നടന്ന രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്നത്തെ കാലത്ത് ഫസ്റ്റ് കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ജനറൽ ഓഫറുകളൊന്നും അന്ന് റെലവെന്റ് ആയിരുന്നില്ല, ജനറൽ ഓഫറുകളൊന്നും ഇല്ലായിരുന്നു. ആ കാലത്തിലാണ് ഈ കേസ് വരുന്നത്. അപ്പൊ ഇയാൾ പറയും ഇത് ഞങ്ങൾ ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെന്റ് അല്ലേ, ഇത് ഞങ്ങൾ ജസ്റ്റ് പഫ്, ചുമ്മാ ജനങ്ങളെ ഒന്ന് എന്താണ് ഇത് വാങ്ങാൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചുമ്മാ ഒന്ന് തള്ളിയതാണ്, അതാണ് പഫ്, ഞങ്ങൾ വെറുതെ ഒന്ന് തള്ളിയതാണ് എന്ന് ഇവർ പറഞ്ഞു. അപ്പൊ അന്നാണ് കോടതി പറഞ്ഞത് അങ്ങനെ വെറുതെ പഫ് നടത്തണ്ട, അതിനുള്ള പരിപാടിയല്ല ഇത് എന്ന് പറയുന്നത്. ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് ലീഗൽ ഒബ്ലിഗേഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യാനുള്ള ഇന്റൻഷൻ, ദർ ഇസ് നോ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ആൻഡ് ലീഗൽ ഒബ്ലിഗേഷൻ. അതും ഇവർ പറഞ്ഞു, ലീഗൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഇതിൽ നിന്ന് ശ്രമിച്ചിട്ടില്ല എന്ന് ഇവർ പറഞ്ഞു. അപ്പൊ ഇതിനകത്താണ് കോടതി കണ്ടെത്തിയതെന്ന് പറയുന്നത്. കോടതി പറഞ്ഞു ലീഗൽ ഒബ്ലിഗേഷൻ രണ്ട് കാര്യങ്ങൾ, മിയർ പഫ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് എന്താണ്, മിയർ പഫും അതുപോലെ തന്നെ ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതും കോടതി തള്ളിക്കളയുന്നത്. അതെന്താണ്, അതായത് ഇത് ആർക്ക് വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഓഫറാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് പെർഫോം ചെയ്യുന്നവരോടൊക്കെ നിങ്ങൾക്ക് ഒബ്ലിഗേഷൻ ഉണ്ടാകും, അത് അവർ ഒന്നാമതായിട്ട് പറയും. രണ്ട്, ഇത് മിയർ പഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞുകൂടാ, ഞങ്ങൾ $100 തരും, 1000 രൂപ അവിടെ കൊണ്ട് ഡെപ്പോസിറ്റും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ആവശ്യമുള്ളവർക്ക് എടുക്കാനായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എന്താണ് പെർഫോമൻസിനോടുള്ള നിങ്ങളുടെ താല്പര്യവും ഇതിനകത്ത് അതിഭീകരമായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതെന്താണ്, അത് നിങ്ങളുടെ എന്താണ് ലീഗൽ റിലേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ഒരു താല്പര്യവും അവിടെ നിങ്ങൾ കാണിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും വന്ന സ്ഥിതിക്ക് ഇവിടെ ഇത് മിയർ പഫ് ആണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല എന്നായിരുന്നു ശരിക്കും കേസിൽ വന്ന ആദ്യത്തെ ഡിസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു മൂവ്മെന്റ് ഒക്കെ ഉണ്ടായത്. ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ കാരണം ഞാൻ പറഞ്ഞല്ലോ ആദ്യ കാലഘട്ടങ്ങളിൽ ജനറൽ ഓഫർ എന്ന കൺസെപ്റ്റ് ഇല്ലായിരുന്നു. ഇങ്ങനെ കുറെ കേസുകൾ വന്നു, കമ്പനികൾ ചുമ്മാ തമാശയ്ക്ക് ഇവർക്ക് തോന്നിയ പോലെയൊക്കെ അങ്ങനെ പ്രൊമോട്ട് ചെയ്തു തുടങ്ങി. ആ ഒരു സമയത്താണ് ഇവർ പറഞ്ഞത് എന്താണ്, നിങ്ങൾ ഒരുപാട് ഒരുപാട് സത്യസന്ധത, അതായത് ഞങ്ങൾ ഇത് ഒറിജിനലാണ്, ഞങ്ങൾ ചുമ്മാ പറയുന്ന എല്ലാം കാണിക്കാൻ നിങ്ങൾ എത്രത്തോളം ശ്രമിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഇത് ബാധകമായി മാറും എന്നുള്ള കാര്യം ഒക്കെയാണ് ശരിക്കും ഈ ജനറൽ ഓഫർ കൊണ്ടൊക്കെ അന്ന് കോടതി പറയാൻ ശ്രമിച്ച കാര്യം പറഞ്ഞു. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോ ജനറൽ ഓഫർ ആ സംഭവം മനസ്സിലായില്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ, അതൊന്നും പരീക്ഷയ്ക്ക് വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണ്ടി വരുള്ളൂ. ജനറൽ ഓഫർ എന്താണ്, സ്പെസിഫിക് ഓഫർ എന്താണ്, അതുപോലെ തന്നെ എന്താ ആ ഒരു കൺസെപ്റ്റും അതിന്റെ ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് ആവശ്യമേ ഉള്ളൂ. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ സാർ. അടുത്ത വരുന്ന കൺസെപ്റ്റ് ആണ്, ഇതാണ് പിന്നീട് ഇപ്പൊ ഞാൻ ആദ്യത്തെ ഒരു 15 മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എന്താണ്, എങ്ങനെ എപ്പോഴാണ് എഗ്രിമെന്റ്സ് കോൺട്രാക്ട് ആകുന്നത്, എല്ലാ എഗ്രിമെന്റ്സും എന്തുകൊണ്ട് കോൺട്രാക്ട് ആകുന്നില്ല, അത് 15 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ പ്രോബ്ലംസിലൊക്കെ മിക്കപ്പോഴും ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് ഓഫർ ടു ഷാഫർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. വെണ്ടു, അതായത് ചില സാഹചര്യങ്ങളിൽ, അതായത് ചില സിറ്റുവേഷൻ തരും, മിക്കപ്പോഴും പ്രോബ്ലത്തിൽ തരുന്നൊരു സംഭവമാണ്. കടയിൽ സാധനത്തിന്റെ പ്രൈസ് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, അതൊരാൾ വാങ്ങാൻ ചെന്നു, അത് അയാൾ വാങ്ങാൻ ചെന്നപ്പോൾ അയാളോട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു എന്റെ ഓഫർ ഇയാൾ തല്ലി, അല്ല ഇയാൾ എന്റെ ഓഫർ അയാൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തു, എന്നിട്ട് അയാൾ ഇത് കോൺട്രാക്ട് അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ശരിയാണോ തെറ്റാണോ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കപ്പോഴും നമ്മുടെ ഫ്രണ്ടിൽ വരാറുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഈ ഓഫറിന്റെ ഒരു സ്പെഷ്യൽ കാറ്റഗറി ഉണ്ട്, അതാണ് എ പേഴ്സൺ ഷോയിങ് ഹിസ് ഇൻട്രസ്റ്റ് ടു നെഗോഷിയേറ്റ് ആൻ ഓഫർ, ഷോയിങ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ഇൻവൈറ്റിംഗ് ഓഫേഴ്സ്. ഓക്കെ, അപ്പൊ അതിന്റെ സാഹചര്യം എന്താണ് എന്നുള്ളതാണ് ഇൻവിറ്റേഷൻ ടു ഓഫറിന്റെ അകത്ത് നമ്മൾ ഡീൽ, അല്ലെങ്കിൽ ഓഫർ ടു ഷാഫറിന്റെ അകത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നതെന്ന് പറയാം. അതായത് ഇപ്പൊ പറഞ്ഞ കഥയൊക്കെ ഒന്ന് മറക്കുക. ഇപ്പൊ നമ്മളൊരു ഷോപ്പിൽ പോകുമല്ലോ, നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ ആ ഷോപ്പിൽ ഒരു സാധനത്തിന്റെ വില എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ വില എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഒരിക്കലും ഓഫറായിട്ട് കൺസിഡർ ചെയ്യരുത് എന്നാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറയുന്നത്. ഓക്കെ, അതായത് അത് ഓഫർ അല്ല, അത് നമ്മളോട് ഓഫർ മേക്ക് ചെയ്യാനുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ്. അതൊരു പ്ലോട്ട് ഒരു ലാൻഡിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. എന്താണ്, ഈ സ്ഥലത്തിന് പ്ലോട്ടിന് 5 ലക്ഷം രൂപ, സെന്റിന് 5 ലക്ഷം രൂപ എന്ന് എഴുതി വെച്ചിരിക്കുമ്പോൾ ഓക്കെ 5 ലക്ഷം രൂപ സാധനം ഇട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
കാരണം എന്താ, അത് നല്ല ഓഫറല്ല, ഈ വിലയിൽ ഞാൻ നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാണ്, നീ ഒരു വില പറ. അപ്പൊ ഞാൻ പറയണം 4.5 പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസാരമാവും. മനസ്സിലായോ? അപ്പൊ അതേപോലെ ചിലപ്പോൾ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് ഈ സാധനം ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ഏത് വിലയ്ക്ക് കൊടുക്കും? ഞാൻ ഏറ്റവും കുറഞ്ഞ വില എന്ന് പറയുമ്പോൾ ഒരു 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. എന്നാൽ 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങാൻ തയ്യാറ സാധനം തന്നു പറയുമ്പോൾ ഇയാൾക്ക് എന്ത് പറയാം? ഞാൻ ഏറ്റവും കുറഞ്ഞ വിലയാ പറഞ്ഞത്, ഞാൻ ആ വിലയ്ക്ക് തരാനൊന്നും ഇൻട്രസ്റ്റഡ് അല്ല, എനിക്ക് ഒരു 3 ലക്ഷം കിട്ടിയാലേ മുതലാവത്തുള്ളൂ. 3 ലക്ഷത്തിന് ഏത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, നിനക്ക് തരുന്നില്ല, 3 ലക്ഷത്തിന് വാങ്ങാൻ വേറെ ആളുണ്ടാവും, അവന് കൊടുത്തോളാം എന്ന് അയാൾക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരു സാധനത്തിന്റെ ബേസ് പ്രൈസ് എന്താണ് എന്ന് പറയുന്നത്, ഏറ്റവും മിനിമം വില എന്താണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ പറയുകയാണെങ്കിൽ ഏറ്റവും മാക്സിമം വില ഞാൻ ഇത്രയ്ക്ക് വരെ കൊടുക്കാൻ നോക്കും എന്ന് പറയുന്നത്, ഇതിനൊന്നും, അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ പ്രൈസ് എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്, ഇതൊന്നും ഓഫറുകളല്ല. ഇതെല്ലാം നമുക്ക് അങ്ങോട്ടും ഓഫർ, അവനോട് പോയി സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇട്ട് തരുന്ന ഇൻവിറ്റേഷൻസ് ആണ്. ഓക്കെ, അങ്ങോട്ട് വന്ന് സംസാരിക്കും. ഓക്കെ, ഇത്ര പൈസ തരുമോ എന്ന് എന്നോടൊന്ന് ചോദിക്കും, നമുക്ക് സംസാരിക്കാം, നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിടുന്ന ഒരു ഇൻവിറ്റേഷൻ ആയിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. പിന്നെ നോട്ട് ഞാൻ എലാബറേറ്റ് ആയിട്ട് കൊടുക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഗൈഡ്സിൽ ഈ പറഞ്ഞ ഇൻവിറ്റേഷൻ ടു ഓഫറിന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാത്തതെന്ന് പറയുന്നത്. ഓക്കെ, എല്ലായിടത്തും തരാറുണ്ട് അതിനെ പറ്റിയിട്ട്. when a person signifies is willing to do when a person advertises his house to let or property to sell, it is not an offer, but it is only an offer to invite offers. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. എന്താണ്, ഒരാൾ വീട് വിൽക്കുന്നു എന്ന് പറയുന്നത് അതെന്താണ്, അതിനുള്ള പൈസ ഇട്ടിരിക്കുന്നത് ഒരു ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. such advertisements are offers to make offer, like such advertisements are invitation to make offers. The person advertised the person advertising is only expressing his willingness to negotiate. അല്ലെ, അയാള് willingness to negotiate ആണ് അവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ willingness to negotiate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഓഫർ അല്ല, അയാൾ സംസാരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് പ്രൈസ് ടാഗ് കാണിക്കുന്നതെന്ന് പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസ് ലോസ് കൃത്യമായിട്ട് നോക്കി വെച്ചോളാം. ആ കേസ് ലോയുടെ സിറ്റുവേഷൻ തന്നെ എടുത്തിട്ടായിരിക്കും മിക്കപ്പോഴും നിങ്ങൾക്ക് എന്ത് തരിക എന്ന് പറയുന്നത്, പ്രോബ്ലം തരിക എന്ന് പറയും. ഓക്കെ, ഓഫർ ടു ഷാഫറിന്റെ ഇൻവിറ്റേഷൻ ടു ഓഫർ, ചിലപ്പം ഓഫർ ടു ഷാഫറിന്റെ 5 മാർക്കില്ല 3 മാർക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അപ്പൊ ഈ കടങ്ങ് എഴുതി കൊടുത്താൽ മതി. എന്താണ് ഈ ഓഫർ, ആദ്യം വേണമെങ്കിൽ ചുമ്മാ എവിടെ ഓഫർ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഓഫറിന്റെ ടു ക്ലോസ് സെയിലിന്റെ ഡെഫിനേഷൻ എഴുതി കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് പറയാം എന്താണ്, ചില സാഹചര്യങ്ങൾ under certain circumstances a person may disclose his readiness to negotiate and invite offers. Such invitation to make an offer will not become a contract and the person makes an offer in response to that invitation. എന്നങ്ങനെ എഴുതി കൊടുക്കാം. അല്ലെ, ഒരാള് എന്താണ് നെഗോഷിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് കാണും, എന്നിട്ട് അതിന്റെ എക്സാമ്പിൾ എഴുതി കൊടുക്കാം. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് എന്താണ്, കടയിൽ സാധനത്തിന്റെ പ്രൈസ് ടാഗ് ഒട്ടിച്ചിരിക്കുന്നത്, ഒരു പ്ലോട്ട് ഓഫ് പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് കാണിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്, ദീസ് ആർ examples that a person is interested in showing his willingness to negotiate എന്നുള്ള സാധനം നമുക്ക് പറയാം. പിന്നെ അതിന്റെ മേളിൽ നമുക്ക് കേസ് ലോസ് എഴുതി കൊടുക്കാം. കേസ് ലോസ് എഴുതുമ്പോഴത്തേക്ക് സ്പെൻസർ വേഴ്സസ് ഹാർഡിങ്, ഹാരിസ് വേഴ്സസ് നിക്കേഴ്സൺ, അങ്ങനെയുള്ള കേസുകൾ. ഹാർവി വേഴ്സസ് പേഴ്സി, ഇത് ഞാൻ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു സ്പെഷ്യൽ, ഇതാണ് മിക്കപ്പോഴും കേസായിട്ട് ചോദിക്കാറുള്ളത്, പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുള്ളത്. ബേസ് പ്രൈസ് ചോദിക്കും, ഒരു സാധനത്തിന്റെ ബേസ് പ്രൈസ് ചോദിക്കാറുള്ളത്. അതാണ് ഹാർവി വേഴ്സസ് പേഴ്സിയുടെ ഫാക്ട് എന്ന് പറയുന്നത്. ഒരാളെ നമ്മൾ വിളിച്ചിട്ട് ബാക്കി കേസ് ലോസ് നിങ്ങൾ നോക്കിക്കൊള്ളുക, എല്ലാം സിമിലർ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പം ഓപ്ഷൻ ഇല്ലേ, ഓപ്ഷൻ ഇൻവൈറ്റ്, ഞാൻ സംഭവം ചോദിക്കട്ടെ, നമ്മൾ ഒരാളെ ഓപ്ഷനിലേക്ക് നമ്മൾ ഇന്ന ദിവസം ഓപ്ഷൻ നടത്താൻ പോവാന്ന് പറയും. അങ്ങനെ ആ ദിവസം അവിടെ ഓപ്ഷൻ ഉണ്ടെന്നും കരുതി ഒരാള് അങ്ങോട്ടേക്ക് വന്നു, നമ്മളെ ഓപ്ഷൻ അവിടെ നടത്തിയില്ല. ഇവിടെ ഇത് ഇയാൾ ഓപ്ഷൻ നടത്തിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ആരും കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ പറയുന്നു, എന്റെ ഒരു കാറ്, എന്റെ ബെൻസ് കാറ് എന്ത് ചെയ്യുന്നു, സെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഓപ്ഷനിൽ വെക്കാൻ പോവാണ്, ഇത്രാം തീയതിയാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ആ പറഞ്ഞ എന്റെ അതെന്താണ്, അതൊരു ഇൻവിറ്റേഷനാ. അത് ഇട്ടുകൊണ്ട് അത് കണ്ടിട്ട് ഒരാൾ വരികയാണ് വാങ്ങാനായിട്ട്. അപ്പൊ അന്ന് വന്നപ്പോ 2 പേരേ ഉള്ളൂ. അപ്പൊ 2 പേരെ വെച്ച് എനിക്ക് ഓപ്ഷൻ നടത്താൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ പറയുന്നു ഓപ്ഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഒന്നും ഇല്ല. കാരണം അതൊരു ഇൻവിറ്റേഷൻ ആയിരുന്നു, അന്ന് ഓപ്ഷൻ നടത്തുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നടത്തും, ചിലപ്പോൾ നടത്തിയില്ല എന്നും വരും എന്നുള്ളതാണ്. ഇനി സപ്പോസ് വേറൊരു കാര്യം ചോദിക്കാണ്, ഓപ്ഷനിൽ ഒരാളെ എന്റെ വണ്ടി 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങി, 10 ലക്ഷം രൂപ വാങ്ങും. അപ്പൊ ഈ ആൾക്ക് ഞാൻ വണ്ടി കൊടുക്കണോ കൊടുക്കണ്ടേ? കൊടുക്കണം. എല്ലാവരും ഒപ്പീനിയൻ പറഞ്ഞു. ഒരാൾ ഓപ്ഷനിൽ കൈ പൊക്കി 10 ലക്ഷത്തിന് മേളിൽ പോയില്ല, ഈ വണ്ടി ആൾക്ക് 10 ലക്ഷത്തിന് കൊടുക്കണോ?
ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമായി. നിങ്ങൾ എന്തായാലും ലോജിക്കലി പഠിക്കേണ്ട പോയി കഴിഞ്ഞാൽ ഒരു ഉത്തരം എഴുതുമല്ലോ, യെസ് ഓർ നോ എന്ന്. എന്താ നിങ്ങളുടെ ഉത്തരം? ഒരാൾ പറഞ്ഞു ഐഡ പറഞ്ഞു കൊടുക്കണ്ട, അല്ല കൊടുക്കണോ? ഐഡ പറഞ്ഞു കൊടുക്കണോ അല്ലേ? ബാക്കിയുള്ളവർ ഉത്തരം എന്താ? എന്തെങ്കിലുമൊക്കെ എല്ലാരും പറയണം. കൊടുക്കണം സാറേ. മന്മഥൻ പറഞ്ഞു കൊടുക്കണ്ടേ. യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്യും. കൊടുക്കണോ എന്നുള്ളൊരു യെസ്, കൊടുക്കണ്ട എന്നുള്ളൊരു നോ. നിങ്ങൾ തീർക്കണം, ഇത് തീർത്തിട്ട് പോകാനുള്ളതാ. കൊടുക്കണോ എന്നുള്ളൊരു എസ്, ഒരു നോ, 2 എസ്. വീണ്ടും ഒരു എസ്. 18 പേരുള്ള ക്ലാസ് ആണ്. നിങ്ങള് ശരിക്കും ഫസ്റ്റ് സെം നിങ്ങൾ സെക്കൻഡ് സെം പഠിച്ച് തീർത്തായിരുന്നോ? ഇങ്ങനൊരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശരിക്കും നിങ്ങൾ എഴുതേണ്ട ഉത്തരം എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കണം എന്നല്ല നിങ്ങൾ എഴുതേണ്ടത്. ഐ മീൻ പൈസ കൊടുക്കണമല്ല, പ്രോപ്പർട്ടി കൊടുക്കണം എന്നുള്ളതല്ല ഉത്തരം. മനസ്സിലായി? അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ശരിക്കും ഇതും എന്താണ് ഇതും ഇവിടെ നടന്നത്. ഞാൻ ഓപ്ഷൻ വെക്കുന്നു എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. കേൾക്കുക, ശ്രദ്ധിച്ചിട്ട്. ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഓഫർ മേക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് ഓഫർ മേക്ക് ചെയ്തപ്പോൾ അത് 10 ലക്ഷം രൂപയിൽ എത്തി നിന്നുപോയി. 10 ലക്ഷത്തിന് മേലോട്ട് പോയില്ല. അപ്പൊ ഈ 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്താ? 10 ലക്ഷം രൂപ വരെ നിങ്ങൾ മേക്ക് ചെയ്തത് എന്താ? നിങ്ങൾ എല്ലാവരും ഓഫറാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞാൻ നിങ്ങൾക്ക് എന്റെ പ്രോപ്പർട്ടി എഴുതി തരേണ്ട ആവശ്യമുണ്ടോ? ഓഫർ കോൺട്രാക്ട് ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തുവാ? അത് അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ അക്സെപ്റ്റ് ചെയ്യണ്ടേ? ഞാൻ അക്സെപ്റ്റ് ചെയ്താൽ മാത്രം ഞാൻ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് എഴുതി തന്നാ പോരെ? നിങ്ങൾ പറഞ്ഞ 10 ലക്ഷം രൂപ എനിക്ക് കേട്ടിട്ട് നല്ല പ്രൈസ് ആയിട്ട് തോന്നിയില്ല, അപ്പൊ ഞാൻ പറയാണ് തരുന്നില്ല എന്ന് പറഞ്ഞാൽ തരത്തില്ല. മനസ്സിലായോ? മനസ്സിലായോ? ഓപ്ഷൻ വെക്കുമ്പോ അപ്പൊ അത് പറയുമ്പോ ഫൈനൽ എമൗണ്ടിന് നമുക്ക് സാധനം തരൂല. സാധാരണ ഓപ്ഷൻ അതിനുള്ള ഓപ്ഷൻ സാധാരണ ഗതിയിൽ നടക്കുന്ന കാര്യം ഞാൻ പറയാം. ബാങ്ക് ആദ്യമേ പറയുന്നത് എന്തുവാ? ബാങ്ക് പ്രോപ്പർട്ടി ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ ബേസ് പ്രൈസ് വരും. അതായത് യവന്മാർക്ക് മിനിമം വേണ്ടുന്ന പ്രൈസ്, ഞങ്ങളുടെ ലോണ് തീരണമെങ്കിൽ ഇത്ര പ്രൈസ് വേണം, അപ്പൊ അതിന് മേലുള്ള പ്രൈസ് ആണെങ്കിൽ ഞങ്ങൾ വിൽക്കുന്നത്. അതിന് മേളിൽ എടുത്തിന് ആ പ്രൈസ് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പ്രോപ്പർട്ടി വിൽക്കുവോ? ഇല്ല, വിൽക്കില്ല. IPL ഓപ്ഷൻ കണ്ടിട്ടില്ലേ? IPL ബേസ് പ്രൈസ് എടുത്താൽ കാരണം ഇതിന് മേലിൽ വിറ്റാലേ ഞങ്ങൾക്ക് ലാഭമുള്ളൂ, എന്നാലേ ഞങ്ങൾ വിൽക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പോ ഞാൻ ഒരു പ്രോപ്പർട്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്, എനിക്ക് വേണ്ടുന്ന ബേസ് പ്രൈസ് വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ബാങ്കിൽ മിക്കപ്പോഴും തരുന്നത് എന്താ വെച്ചാൽ അവർ പറഞ്ഞ ബേസ് പ്രൈസിന് മേലോട്ട് മാത്രം വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ മുകളിൽ ഒരുത്തം വിളിച്ചിട്ടുണ്ടെന്നുകൊണ്ടാണ് അവന് കൊടുക്കുന്നത്. മനസ്സിലായോ? നമുക്ക് വേണ്ടുന്ന ബേസ് പ്രൈസ് നമുക്ക് ഓപ്ഷനിൽ വെക്കാം. മനസ്സിലായോ? മനസ്സിലായി. ഇതാണ് മനസ്സിലാക്കേണ്ടത്. പരീക്ഷയ്ക്ക് എഴുതിപ്പെട്ട് ഓപ്ഷനിൽ ഒരാൾ പൈസ പറഞ്ഞു, അയാൾക്ക് മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതല്ല. അയാൾ പോയിട്ട് പറയാണ്, ഇങ്ങനെ കേസ് തരികയാണ്. അയാൾ പോയിട്ട് എന്താണ്, എനിക്ക് എന്നിട്ട് അവൻ സാധനം വിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊണ്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ അവൻ സാധനം കൊടുക്കണം എന്ന് എഴുതി കൊടുക്കരുത്. നിങ്ങൾ ആ മാർക്ക് എന്ന് പോകും. ബിക്കോസ് എന്താണ്, ആൻ ഓപ്ഷൻ ഈസ് ഓൺലി ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ. ദ പേഴ്സൺ മേക്കിംഗ് telling that he will buy the product for 10 lakh rupees, അല്ലെങ്കിൽ a person winning in the auction is only making an offer. He's only അയാൾ എന്താണ്, അയാൾ ഓഫർ ആണ് അവിടെ ആകെ മേക്ക് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ ചോയ്സ് ഓഫ് ദ ഓപ്ഷനിയർ. ഓപ്ഷനിയറിന്റെ ചോയ്സ് ആണ് എന്ത്, ഇത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. മനസ്സിലായത്? ഞാൻ നോട്ടിൽ എഴുതിയിട്ടില്ല. ഐ തോട്ട് ഇത് നിങ്ങൾക്ക് അറിയായിരിക്കുമെന്ന്. ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. ആൻസർ കിട്ടിയ ഇനി ഇതിൽ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല. ഇത് മര്യാദയ്ക്ക് എഴുതിക്കോണോ ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അത് ഓക്കെയാണേ. ശരി, അത് പറഞ്ഞത് നന്നായി. ശരി കേട്ടോ, അതൊക്കെ ഒന്ന് സൂക്ഷിച്ചു പോക്കോണേ, ശ്രദ്ധിച്ചു പോക്കോണേ. ഓക്കെ സാർ. ശരി, അപ്പം എന്തായാലും അത് കഴിഞ്ഞു. ഇനി ഹാർവി വേഴ്സസ് സ്പേസി. ഹാർവി വേഴ്സസ് സ്പേസിന്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സാധനത്തിന്റെ ബേസ് പ്രൈസ് നമ്മൾ ചോദിച്ചു, അവൻ ബേസ് പ്രൈസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ അതിൽ കയറി അക്സെപ്റ്റൻസ്, എന്നാ ആ പൈസ ഞാൻ വാങ്ങിക്കോളാം, ഇനി സാധനം എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായില്ല. ഈ കേസ് ഉണ്ട്, ഈ ഹാർവി വേഴ്സസ് സ്പേസി. ഈ കേസിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പറയും. പക്ഷെ ശരിക്കും ഇതിനകത്ത് ഒരുപാട് ഡിസ്കഷൻ നടന്നിട്ടുള്ള കേസാണ്. അതായത് ഇതൊരു ചോദ്യം ഉണ്ട്, ഇതിന്റെ നിങ്ങൾ ഏത് ഗൈഡ് എടുത്ത് നോക്കിയാലും ഇങ്ങനെ ആയിരിക്കും. ഹാർവി വേഴ്സസ് സ്പേസ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിക്കേഷൻ ഞാൻ കാണിക്കാം. ഒരാളോട് ചോദിക്കുകയാണ്, വിൽ യു സെൽ us the ബമ്പർ ഹാൾ പെൻ? നിങ്ങൾ എനിക്ക് ബമ്പർ ഹാൾ പെൻ വിൽക്കുമോ? ലോവസ്റ്റ് പ്രൈസ്
അതിന്റെ ലോവസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് ഞങ്ങൾ അറിയിക്കും. അതിന് ഫേസ് റിപ്ലൈ കൊടുത്തു. ലോവസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 900 യൂറോ ആണ് എന്താണ് ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ മറ്റവൻ പറയാണ് എന്നാ ഞാൻ ആ പൈസക്ക് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ടൈറ്റിൽ ഡീഡ് ചോദിച്ചു. അപ്പൊ മറ്റവൻ പറഞ്ഞ തരാൻ പറ്റില്ല, എന്നിട്ട് കേസ് പോയതാണ് സംഭവം. അപ്പം ഈ കേസിനെ വേണമെങ്കിൽ ചിലപ്പോൾ ഈ സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ ഇതിന് നമുക്ക് ഇഷ്ടം പോലെ നേരെ ചുമ്മാ പോയിട്ട് എന്താണ് ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻവിറ്റേഷൻ ടു ഓഫർ സിമിലർ ആയിട്ടുള്ള കേസ് ഉണ്ട് റിവേഴ്സ് ഫേസ് എന്നൊക്കെ എഴുതി ചുമ്മാ പോകുന്നതിന് പകരം ശരിക്കും ഇതിനെ എങ്ങനെയൊക്കെ എലാബറേറ്റ് ചെയ്യാൻ ഇതിനെ പല രീതിയിൽ എലാബറേറ്റ് ചെയ്യാം. ഒന്ന്, നമുക്ക് ഇത് ഈ കേസ് യഥാർത്ഥത്തിൽ നടന്നപ്പോൾ ഇവർ പറഞ്ഞു ദർ ഇസ് 2 ക്വസ്റ്റ്യൻസ്. ആദ്യമേ വന്നിരിക്കുന്ന അതിന്റെ സ്ഥലത്ത് ദർ ആർ 2 ക്വസ്റ്റ്യൻസ്. 1, വിൽ യു സെൽ ദ പേന ഞങ്ങൾക്ക് വിൽക്കുമോ, ബമ്പർ ഹോൾ പേൻ ഞങ്ങൾക്ക് വിൽക്കുമോ എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താണ് ലോവസ്റ്റ് പ്രൈസ് എത്രയാണ്. ഇവിടെ ഇദ്ദേഹം കൊടുത്ത ആൻസറിന്റെ അകത്ത് എന്ത് മാത്രമേ ഉള്ളൂ, ലോവസ്റ്റ് പ്രൈസ് എത്ര എന്നുള്ള ഓഫറെ സാധനം പറയുന്നുള്ളൂ, ഞാൻ വിൽക്കാം എന്ന് പറയുന്നില്ല. ലോവസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് ഞാൻ പറയുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പോലും ഇവിടെ ഒരു സെയിൽ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഒരു ലീഗൽ ഇൻട്രസ്റ്റ് അല്ലെ, ഒരു എന്താണ് ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് പോലും നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. പിന്നെ സ്റ്റേറ്റിംഗ് എ ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ എന്താണ് ഇൻട്രസ്റ്റ് ഷോയിങ് എ പേഴ്സൺസ് വില്ലിംഗ്നെസ് ടു നെഗോഷിയേറ്റ് മാത്രവുമാണ്. അപ്പൊ ആ കഥയും നമുക്ക് എഴുതാം, വേണമെങ്കിൽ അങ്ങനെയും അതിലേക്ക് നമുക്കൊരു ഇൻപുട്ട് മേക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് അത് ശരിക്കും ലോങ് ടൈം പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഓരോ കേസും എടുത്ത് അതിൽ നടന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പഠിക്കാം. അപ്പൊ അവസാനം പരീക്ഷയ്ക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കേസ് നോക്കി കേസിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കി അത് കാണാണ്ട് പഠിച്ചിട്ട് പോകേണ്ട വരും. ഓക്കെ, ഇയാൾ പേന വിറ്റില്ല, ലോവസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി മാറില്ല, ഒരു കോൺട്രാക്ട് ആയി മാറില്ല, ഒരു ഓഫറായി മാറില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതിൽ മറ്റൊരു കേസാണ് ഫാർമസ്യൂട്ടിക്കൽ ഇത് വേഴ്സസ് ബൂട്ട് ക്യാഷ് കെമിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ കേസിന്റെ കഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരാളുടെ ഷെൽഫിന്റെ അകത്ത് കുറെ മരുന്നുകൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ എടുത്തുമ്പോൾ മരുന്നൊക്കെ എടുത്തപ്പോൾ നമ്മളെ മാർജിൻ ഫ്രീ മാർക്കറ്റില് എടുത്തുമ്പോൾ സാധനമൊക്കെ എടുത്തോണ്ട് വന്നു എന്ന് പറഞ്ഞ് നമുക്ക് അവന് സാധനം വിൽക്കണമെന്നുണ്ടോ, അവന് നമ്മൾ സാധനം കൊടുക്കണമെന്നില്ല. ഇപ്പൊ നമ്മൾ പറയണില്ല ഇത് നിങ്ങളിപ്പോ വിൽക്കുന്നില്ല എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് വേറൊരാൾ വാങ്ങി വെച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കി വിടാം എന്നുള്ളതാണ് ഈ കേസിന്റെ ഫാക്ട് എന്ന് പറയുന്നത്. ഫാക്ട് നിങ്ങൾ വായിച്ചോളില്ലേ, അതൊന്നും അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ലല്ലോ. നിങ്ങൾ വായിച്ചോളില്ലേ, അതൊക്കെ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് ബോറാക്കണോ? അതിന്റെ ഒരു റീസണിങ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന കൺസെപ്റ്റ് ആണ് ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം, അത്ര ഞാൻ ലേറ്റ് ആയി. ക്രോസ് ഓഫർ ആൻഡ് കൗണ്ടർ ഓഫർ എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ വരും. ക്രോസ് ഓഫർ ആൻഡ് കൗണ്ടർ ഓഫർ. ക്രോസ് ഓഫറും കൗണ്ടർ ഓഫറും എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ക്രോസ് ഓഫർ ലോജിക്കൽ ഫാലസി, ഒരു പ്രശ്നം തോന്നുന്ന ഒരു ഓഫറാണ്. പക്ഷെ ലോയ്ക്ക് ഇതുകൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്, അതുകൊണ്ടാണ് ക്രോസ് ഓഫർ അങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്. അപ്പം ക്രോസ് ഓഫർ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡന്റിക്കൽ ആയിട്ടുള്ള ഓഫർ മേക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് ഇപ്പൊ ഞാനിപ്പോ ബിലാലിനോട് പറയാണ്, ബിലാലെ ഞാൻ എന്റെ വണ്ടി 5 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കത്ത് എഴുതി പോസ്റ്റ് ഓഫീസിൽ ഇട്ടു. പണ്ട് കമ്മ്യൂണിക്കേഷന് കത്തല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ കത്ത് എഴുതിയിട്ടത് അറിയാണ്ട് ബിലാലും അവിടെ നിന്ന് ഒരു കത്ത് എഴുതിയിട്ടാണ്, സാറിന്റെ വണ്ടി 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ എനിക്ക് ഒരു താല്പര്യമുണ്ട്, സാറ് വിൽക്കുന്നുണ്ടോ? അപ്പൊ ഞാനും ഓഫറാ കൊടുത്ത, ബിലാലും ഓഫറാ തന്നെ. അപ്പം ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫറിന്റെ പ്രത്യേകിച്ച് അവന്റെ താല്പര്യം അറിഞ്ഞിട്ടല്ല ഞാൻ തരുന്നത്, അതുകൊണ്ടാണ് അത് ഓഫർ എന്ന് പറയുന്നത്. അപ്പോ ഞാനൊരു ഓഫർ അയച്ചു, ബിലാലും ഓഫർ അയച്ചു, രണ്ടുപേർക്കും ഒരു പർട്ടിക്കുലർ പ്രൈസിൽ വിൽക്കാനും വാങ്ങാനും താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കോൺട്രാക്ട് ഉണ്ടാകുമോ, ഈ ഓഫർ അക്സെപ്റ്റഡ് ആയി ഇതൊരു പ്രോപ്പർ കോൺട്രാക്ട് ആകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ട ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടുപേർക്കും ഐഡന്റിക്കൽ ആയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ രണ്ടുപേരും ഒരാളുടെ ഓഫർ മറ്റേയാൾ അറിയാണ്ടാണ് അയാളുടെ ഓഫർ ലെറ്റർ അയക്കുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫറാണ് അയക്കുന്നത്. ദിസ് വിൽ നോട്ട് എൻഡ് അപ്പ് ഇൻ എ കൺക്ലൂഡഡ് കോൺട്രാക്ട്. അപ്പൊ ഈ സമയത്ത് വേറൊരാൾ എനിക്ക് 6 ലക്ഷം രൂപ അപ്പൊ ഞാൻ കത്ത് എഴുതി ആർക്ക് അയച്ചു, ഈ പറയുന്ന ബിലാലിന് അയച്ചു. ബിലാലിന് അപ്പൊ എന്റെ കത്ത് അങ്ങോട്ട് പോയേക്കുക, അടുത്ത ദിവസം എടുത്ത് 6 ലക്ഷം രൂപയ്ക്ക് വണ്ടി വാങ്ങാൻ തയ്യാറായിട്ടാവും. ഞാൻ അവന് 6 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുത്തു. അപ്പൊ ബിലാലിന് നോക്കിയോ, ബിലാലിന് ഈ വണ്ടി 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വിൽക്കാൻ തയ്യാറാന്നുള്ള കത്ത് വന്നു. അപ്പൊ ഉടനെ ബിലാൽ ഓടിപ്പിടിച്ച് വന്നിട്ട് പറയാണ്, ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങാന്ന് പറഞ്ഞതാ, താൻ 5 ലക്ഷം രൂപയ്ക്ക് വിൽക്കാന്ന് പറഞ്ഞതാ, എന്നിട്ട് താനിത് 6 ലക്ഷം രൂപയ്ക്ക് വേറെ ആൾ കൊടുത്തിരിക്കുക, ഈ കോൺട്രാക്ട് റദ്ദാക്കിയിട്ട് ഈ സാധനം എനിക്ക് തരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതി എന്ത് പറയും? അതൊന്നും പറ്റില്ല, കാരണം അയാൾ വിൽക്കാൻ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞിട്ടല്ല നീ ഓഫർ മേക്ക് ചെയ്തത്, അതിൽ നിനക്ക് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ല അയാൾ ഓഫർ മേക്ക് ചെയ്തത്, നിങ്ങൾ ആരും ഒന്നും അക്സെപ്റ്റ് ചെയ്തില്ല, നിങ്ങൾ തമ്മിലുള്ള കോൺട്രാക്ട് കൺക്ലൂഡ് ആവുന്നതിന് മുന്നേ അയാൾ വേറൊരാളുമായിട്ട് കൺക്ലൂഡ് ആയി, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ആ വഴിക്ക് നടന്നോട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് വിടും.
എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്, ക്രോസ് ഓഫറിന്റെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടായി എന്ന് പറഞ്ഞതുകൊണ്ട് അത് കോൺട്രാക്റ്റിൽ എത്തിരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ലോ പറയുന്നത് ഇതിന്റെ ലീഗൽ സ്ട്രക്ചർ കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രമേ കോൺട്രാക്ട് ആവുന്നുള്ളൂ. ഓഫർ ഒരാൾ അക്സെപ്റ്റ് ചെയ്യണം. ഓഫർ ഒരാൾക്ക് പോകുന്നു, അയാൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നാലേ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നുള്ളൂ. അത് നടക്കാത്ത സ്റ്റേജിൽ അത് വേറെ രീതിക്ക് റൺ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നതാണ്. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്, കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കണ്ട. പിന്നെ എൻ്റെ ഒരു കേസും കൊടുത്തിട്ടുണ്ട്, ടിൻ വേഴ്സസ് ഓഫ്മാൻ എന്ന് പറഞ്ഞൊരു സംഭവം. ഓക്കെ, അത് വെറുതെ ഞാൻ പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നില്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ ഈ പറഞ്ഞ കൺസെപ്റ്റ് ഒരു സ്റ്റോറി ആയിട്ട് അവിടെ വന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്കും ഞാൻ വെറുതെ കഥ പറഞ്ഞ സമയം കളയുന്നതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് അതാണ്, നിങ്ങളതൊന്ന് നോക്കി പോയാൽ മതി. ഇനി ഏറ്റവും അവസാനമായിട്ട് വരുന്നതാണ് നമ്മൾ കൗണ്ടർ ഓഫർ എന്ന് പറയുന്ന ഓഫർ. കൗണ്ടർ ഓഫർ സിംപ്ലി മീൻസ് ബാർഗെയിനിങ്. സിമ്പിൾ അതിന്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാർഗെയിനിങ് ആണ്. അത് ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് വിൽക്കാന്ന് പറയുന്നു, അപ്പോൾ ഉടനെ തിരിച്ച് ബിലാൽ അയക്കാണ്, സാർ ഒരു 4,50,000 രൂപയ്ക്ക് ഞാൻ വണ്ടി വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് പുള്ളി വരിക. അടുത്ത ദിവസം അന്ന് പുള്ളി വരികയും ചെയ്തു. അപ്പൊ എന്താ വണ്ടി പോരട്ടെ 4,50,000 എന്ന് പറയുമ്പോൾ ഞാൻ പറയണം, നിനക്ക് 4,50,000 വിൽക്കാൻ പറ്റില്ല, ഞാൻ 5 ലക്ഷം അല്ലേ ചോദിച്ചത് എന്ന് ഞാൻ അങ്ങോട്ട് പറയും. അപ്പൊ എന്താണ് കൗണ്ടർ ഓഫർ? ഒരു കണ്ടീഷൻ ഇട്ടുകൊണ്ട്, പിന്നെ പേഴ്സൺ അക്സെപ്റ്റ്സ് ഓഫർ വിത്ത് എ കണ്ടീഷൻ, ഇറ്റ് ഈസ് കോൾഡ് എ കൗണ്ടർ ഓഫർ. ഒരാൾക്ക് ഒരു ഓഫർ മേക്ക് ചെയ്ത് കഴിയുമ്പോൾ അയാൾ അതൊരു കണ്ടീഷനോട് കൂടി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ കൗണ്ടർ ഓഫർ എന്നേ വിളിക്കത്തുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അത് വീണ്ടും ഒരു ഓഫർ, ഇനി അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം, 4,50,000 ഞാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രമേ അത് ഒരു അക്സെപ്റ്റൻസും പിന്നെ അത് എഗ്രിമെന്റും കോൺട്രാക്റ്റിലോട്ടൊക്കെ യാത്രയാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പോരുക. അതിനൊരു കേസാണ് ഹൈഡ് വേഴ്സസ് ഫ്രഞ്ച് എന്ന് പറയുന്നത്. ഹൈഡ് വേഴ്സസ് ഫ്രഞ്ച് എന്ന് പറഞ്ഞ ഒരു കേസ് എന്ന് പറയുന്നത്. ഇതൊക്കെ എനിക്കൊന്ന് ഞാൻ പണ്ട് പരീക്ഷയ്ക്ക് പഠിച്ചപ്പോൾ ഹൈഡ് വേഴ്സസ് ഫ്രഞ്ച് കണ്ടായിരുന്നു എന്റെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. ഇതെന്താ വെച്ച് ചെയ്തതായിട്ടെന്തോ ഓർമ്മയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസാണ്. ഇതൊക്കെ വളരെ സിമ്പിൾ. അപ്പൊ ഇത് എഴുതുമ്പോൾ നിങ്ങൾ ആലോചിക്കും, സാറേ ഇത് കുറച്ചല്ലേ എഴുതാനുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെയാണോ? ഓഫറിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ നമ്മൾ പോകണം, ടു ക്ലോസ് സെയിൽ ഓഫർ പറയണം. ഇതിന് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്പിനകത്ത് എന്തുണ്ട്? ക്രോസ് ഓഫർ ഉണ്ട്, കൗണ്ടർ ഓഫർ ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഓഫർ ഉണ്ട്. ആൻഡ് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾ ഓഫർ മേക്ക് ചെയ്തു, തിരിച്ച് കണ്ടീഷണലായിട്ടുള്ളൊരു അക്സെപ്റ്റൻസ് ആണ് തിരിച്ച് വന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കൗണ്ടർ ഓഫറിന്റെ കീഴിലാണ് കൊണ്ടുവരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് കേസിലാണ് വേണ്ടത്, ഹൈഡ് വേഴ്സസ് ഫ്രഞ്ച് ആണ്. ഇതിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്, അതിൽ കോടതി ഇങ്ങനെയാണ് ഡിസിഷൻ എടുത്തത്, അങ്ങനെ എഴുതി വരണം. മനസ്സിലായി? ആ ഒരു റൂട്ട് പിടിച്ച് ഇതിനകത്തേക്ക് നമ്മൾ യാത്ര ചെയ്ത് വരണം എന്നുള്ളതാണ് അതിന്റെ സംഭവം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഹെഡും കൂടെ നോക്കി, അപ്പൊ നോക്കുമ്പോൾ കറക്റ്റ് 8:30 ആവും. നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു ഓഫറിൽ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഓഫർ വളരെ ഡെഫിനിറ്റ് ആയിരിക്കണം, സർട്ടൻ ആൻഡ് നോൺ ആംബിഗ്യൂസ്. അതായത് എന്താ, അത് വളരെ കൃത്യമായിരിക്കണം. 5 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ തയ്യാറാണ്, കറക്റ്റ് എമൗണ്ട് ഷുഡ് ബി വെരി സ്പെസിഫിക് ആൻഡ് സർട്ടൻ. അല്ലെ, ആ സംഭവം കൃത്യമായിരിക്കണം. അല്ലാണ്ട് 5-6 ലക്ഷം രൂപ, അപ്പൊ 5-നാണോ 6-നാണോ അത് 5.5-ക്കാണോ അങ്ങനെ പറയാം. കറക്റ്റ് ഓഫർ എന്ന് പറഞ്ഞ എമൗണ്ട് കൃത്യമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി മേഡ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്, സെക്ഷൻ 10 ഡിസ്കസ് ചെയ്തപ്പോൾ. ഇറ്റ് ഷുഡ് ബി മേഡ് വിത്ത് ആൻ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഇന്റൻഷനോട് കൂടിയായിരിക്കണം നമ്മൾ ആ ഓഫർ മേക്ക്. അല്ല സിനിമയ്ക്ക് പോകാൻ വാ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു സെക്ഷൻ 10. അവിടെ ലീഗൽ റിലേഷൻഷിപ്പ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെന്നോ? ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഐഡിയയിലൂടെ ആയിരിക്കണം നമ്മൾ ഓഫർ മേക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഓഫർ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകണം ഓഫറിന്റെ അടുത്തേക്ക്, അല്ലേ? നമ്മൾ ഡെഫിനിഷൻ്റെ തന്നെ കിടപ്പുണ്ട്. ദ ഓഫ് എന്താണ്? when a person signifies അറിയിക്കുകയാണ്, അല്ലെ? ലൈക്ക് ആരാണ് അറിയിക്കുകയാണ്. അപ്പം അറിയിക്കുമ്പോൾ എങ്ങനെ? അപ്പുറത്താളത് അറിഞ്ഞിട്ടുണ്ടാകണം. ദ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവസാനം പറയുന്നു, ദ ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എ ടേം നോൺ കംപ്ലയൻസ് വിച്ച് അമൗണ്ട് ടു അക്സെപ്റ്റൻസ്. നീ ഇതിന് റിപ്ലൈ ഒന്നും തന്നില്ലെങ്കിൽ നീ ഇത് അക്സെപ്റ്റ് ചെയ്തതായിട്ട് ഞാൻ കൺസിഡർ ചെയ്യും എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓഫർ വാലിഡ് അല്ല. മനസ്സിലായോ? അതായത് ഞാൻ പറയാണ്, ബിലാലെ നീ റിപ്ലൈ തന്നില്ലെങ്കിൽ നീ 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങുമെന്ന് ഞാനങ്ങ് വിശ്വസിക്കും എന്ന് പറഞ്ഞിട്ട് അതിന്റെ റിപ്ലൈ ഒന്നും വന്നിട്ട് അടുത്ത ദിവസം അവൻ 5 ലക്ഷം രൂപ വാങ്ങാന്ന് പറഞ്ഞിട്ട് അവൻ വാങ്ങിയില്ല, പൈസ വേണം എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ കോടതി പറയും അവൻ വേണമെന്ന് പറഞ്ഞാലേ വേണമെന്നുള്ള അർത്ഥമുള്ളൂ. ആ വേണമെന്നില്ല പറഞ്ഞിട്ട് വേണ്ടാന്നോ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണമെന്നല്ല അർത്ഥം. മൗനം സമ്മതമായി എടുക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് അതിന്റെ ഇതൊക്കെ ഒരു വാലിഡ് എസെൻഷ്യൽ കണ്ടീഷൻസ് ആണ് എന്നുള്ളത്. എസെൻഷ്യൽസ് ഓഫ് വാലിഡ് ഓഫർ എന്നുള്ള രീതിയിൽ ഒന്ന് അറിയാം. ചുമ്മാ ചിലപ്പോൾ ചോദിക്കും വാട്ട് ആർ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് ഓഫർ എന്നുള്ള രീതിയിൽ ചോദിക്കും. പക്ഷെ ഇതല്ല ചോദിക്കാം, മിക്കപ്പോഴും ചോദിക്കാം വാട്ട് ഈസ് ആൻ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്ട്. സെക്ഷൻ 10 അതാണ് മിക്കപ്പോഴും ചോദിക്കുന്ന ചോദ്യം പറയുന്നത്. അപ്പൊ 10 നല്ല രീതിക്ക് പഠിക്കുക. അത് ചെറിയ ഡെഫിനേഷൻ ഉണ്ട്, അവരുടെ വേറായിട്ട് തന്നിരിക്കുന്ന പഠിക്കുക. പിന്നെ അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അകത്ത് എന്താണ് ഇംപ്ലൈഡ് ആയിട്ട് ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ, ഈ പറഞ്ഞ ലീഗൽ റിലേഷൻഷിപ്പും
ബാക്കി കാര്യങ്ങളൊക്കെ ഡൊമസ്റ്റിക് ആകാൻ പാടില്ല, ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാകണം, ഞാൻ പറഞ്ഞ കുറെ ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് പറഞ്ഞു, മീറ്റിംഗ് ഓഫ് മൈൻഡ് ഉണ്ടാകണം, ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് എലാബറേറ്റ് ചെയ്യാൻ പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് പറഞ്ഞ ഓരോന്ന് ഈ പറയുന്ന കപ്പാസിറ്റി ടു കോൺട്രാക്ട്, വോയിഡബിലിറ്റി, കൺസിഡറേഷൻ, ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എലാബറേറ്റ് ചെയ്ത് എഴുതാവുന്നതുമാണ്. അപ്പൊ അതൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ടുള്ള ക്ലാസ് സെറ്റിന്റെ ആണ്. ഈ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമുക്ക് ഇനി അടുത്ത ദിവസം പഠിക്കാം. കാരണം കമ്മ്യൂണിക്കേഷൻ പഠിപ്പിച്ച് കഴിഞ്ഞാൽ റിവോക്കേഷൻ കൂടെ പഠിപ്പിക്കേണ്ടി വരും, പിന്നെ അക്സെപ്റ്റൻസിലോട്ട് പോകേണ്ടി വരും. അതൊക്കെ ഇപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ ഡീൽ ചെയ്യാം. ഇത് ഓക്കെ ആയിരുന്നോ അതോ ബോറിംഗ് ആയോ? അവസാനമൊക്കെ ആയപ്പോഴത്തെ 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ വെച്ച് വലുതായി പോകുന്നുണ്ടോ? ഓക്കെ ആയിരുന്നല്ലേ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും Sir, okay റിവ്യൂവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. മന്മഥൻ സാർ തുടക്കത്തിൽ എന്തോ പറയാമെന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ പറയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നോ എന്തെങ്കിലും ചേഞ്ച് വേണമെന്നോ ഒക്കെ ഉണ്ടെങ്കിൽ. സാറേ ഈ എനിക്കിത് അടുത്ത സെമ്മിലാ വരുന്നത്. ഞാൻ എന്നാലും ഇത് കേട്ടിരിക്കുകയാണ്. സാറിന്റെ ക്ലാസ് കേൾക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കോച്ചിങ്ങിന് വന്നപ്പോൾ എനിക്കൊരു 8 ദിവസമേ സാറിന്റെ ക്ലാസ് കേൾക്കാൻ പറ്റിയുള്ളൂ. പക്ഷെ നന്നായി എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയായിരുന്നു. സാറിനെ പോലുള്ള ഒരാള് കോളേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഈ ടോർട്ടും ഒക്കെ എടുക്കാനായിട്ട്, അതാ ഞാൻ അന്നേരം സൂചിപ്പിച്ചത്. ചില സമയത്ത് ഞങ്ങൾക്ക് കോളേജിലൊക്കെ ബോറിങ് തോന്നാറുണ്ട്. സാറിന്റെ ക്ലാസ് കേട്ടോണ്ടാണ് കേട്ടോ. അതെ. വേറെ എന്തെങ്കിലും ചേഞ്ചസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു പോട്ടോ. അപ്പൊ അതിനനുസരിച്ച് ഞാൻ നെക്സ്റ്റ് സെഷൻ അറേഞ്ച് ചെയ്ത് പോകും. സാറേ ഈ ടോർട്ടിന്റെ ക്ലാസ് വരുമോ? നിങ്ങളെ സെമ്മ് തുടങ്ങിയതല്ലേ ഉള്ളൂ, അതൊക്കെ കുറെ കാലം കഴിഞ്ഞിട്ടല്ലേ പരീക്ഷ, നമുക്ക് അറേഞ്ച് ചെയ്യാം. സമയം ഉണ്ടല്ലേ? ഓക്കെ. വേറെ റിവ്യൂ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അറിയിച്ചു പോരും കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നമുക്കത് സെഷൻ ഇമ്പ്രൂവ് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സാർ.